ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ഫൈസൽ സി എ, വിമ്പിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. വളരെ സന്തോഷത്തോടെയാണ് വീണ്ടും ഒരു ഫ്രീ വെബിനാറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും നിസാവ് സാറിന്റെ തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതിന്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ മാത്രമല്ല, ദിനേന എന്നോണം വിമ്പിൾ അക്കാദമിയുടെ കീഴിൽ സൈക്കോളജി റിലേറ്റഡും ട്രെയിനിങ് റിലേറ്റഡുമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് വർഷ മാമിന്റെ നാർസിസിക് പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ചൊവ്വാഴ്ച അതിന്റെ അടുത്ത തുടർച്ചയായിട്ടുള്ള ക്ലാസ് ഉണ്ടാകും. ഇതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സൗജന്യ വെബിനാറുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും അല്ലെ? സൈക്കോളജി പഠിക്കുമ്പോഴോ കൗൺസിലിംഗ് പഠിക്കുമ്പോഴൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ അതെല്ലാം ചിലപ്പോൾ നമ്മൾ മാർക്ക് മേടിക്കാൻ വേണ്ടി പഠിച്ചതായിരിക്കും. അതല്ലെങ്കിൽ നമുക്കതൊരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാതെ നമ്മൾ പഠിച്ചതായിരിക്കും. അപ്പൊ അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ലെവലിൽ നിന്നുകൊണ്ട് നമ്മളൊരു ഒരു കരിയറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കുറച്ചുകൂടി അതിന്റെ ഇന്നർ ലെവലിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ തന്നെ മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും കുറച്ചും കൂടിയും സ്കിൽഡ് ആക്കുക, അതിനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് രൂപപ്പെടുത്തുക എന്ന ഒരു ചിന്തയോടെയാണ് വിമ്പിൾ അക്കാദമി മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സഹകരിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാറ്റസ് വെച്ചും അതേപോലെ തന്നെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തും നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയിച്ചും ഒക്കെ ഒത്തിരി ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സൗജന്യ വെബിനാറുകളോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്ന വർക്ക്ഷോപ്പുകൾ, വിശേഷിച്ചും നിസാവ് സാറിന്റെ CBT ആവട്ടെ, അതേപോലെ തന്നെ മറ്റു നമ്മൾ കൊടുക്കുന്ന ആർട്ട് തെറാപ്പി, പ്ലേ തെറാപ്പി, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, DBT, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒത്തിരി കോഴ്സുകളുണ്ട്, ഒത്തിരി വർക്ക്ഷോപ്പുകളുണ്ട്. ഇതെല്ലാം നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീയിൽ നമുക്ക് മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്റർപേഴ്സണൽ തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. ഇന്റർപേഴ്സണൽ തിയറിയും ഇന്റർപേഴ്സണൽ തെറാപ്പിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ക്ലാസ്, ഇന്നത്തെ തെറാപ്പി സെഷൻ നയിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റും ആയിട്ടുള്ള നിസാവ് സാറാണ്. നിസാവ് സാർ അബുദാബിയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. കാലിക്കറ്റ് സ്വദേശിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെക്കുറെ ആളുകൾക്കും സുപരിചിതനാണ്. പുതുതായിട്ട് നമ്മുടെ വിമ്പിൾ അക്കാദമിയിലേക്ക് അതിന്റെ സൗജന്യ വെബിനാറിലേക്കൊക്കെ ജോയിൻ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തെറാപ്പി സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തിയിട്ടുള്ള തെറാപ്പി സെഷനുകൾ, SFPT ആവട്ടെ, REBT ആവട്ടെ, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പി സെഷനുകളുടെ റെക്കോർഡ്സുകൾ നമ്മളുടെ വിമ്പിൾ അക്കാദമി എന്നുള്ള യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അടുത്ത വെള്ളിയാഴ്ചകളിലും വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഡിഫറെന്റ് തെറാപ്പികളുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും പങ്കെടുക്കുക. മാക്സിമം ലൈവിൽ തന്നെ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും, എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും, എല്ലാ എൻ്റെ സ്റ്റുഡൻസിനെയും ലേണേഴ്സിനെയും എല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള നിസാവ് സാറിനെ ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. നിസാവ് സാർ, പ്ലീസ്. Okay, thank you. Hello, good evening all. Good evening, sir. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എന്താണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. അതെ, സുഖം തന്നെ. കാരണം നമ്മൾ ഈ തെറാപ്പികൾക്ക് തോന്നുന്നു, തെറാപ്പികൾ ഓരോ സെഷൻ കഴിയുമ്പോഴും ആ തെറാപ്പി സെഷനിൽ പങ്കെടുത്ത പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അത് ആപ്ലിക്കേഷനിൽ കുറെ ആൾ ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്.
അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജുകൾ തന്നെയാണ് എനിക്ക് ഇവിടുന്ന് കിട്ടാറ്. പലരും വിളിക്കാറുണ്ട് നേരിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ നിലവിൽ ഇപ്പൊ ജോയിൻ ചെയ്ത 1, 2, 3 ആളുകൾ പേരെടുത്ത് പറയുന്നില്ല, സ്ഥിരമായിട്ട് എന്നെ വിളിക്കാറുണ്ട് പല കാരണങ്ങളാലും. ഇപ്പോ അതുപോലെ തന്നെ പല കേസ് ഡിസ്കഷനുമായിട്ടൊക്കെ വരാറുണ്ട്. എനിവേ, നമുക്ക് സമയം പരിമിതി കുറച്ചായതുകൊണ്ട് ഇന്നൊരു ഇന്റർപേഴ്സണൽ തെറാപ്പിയിലേക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ഡീപ്പായിട്ട് പോകേണ്ട ഏരിയ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം അത് എങ്ങനെയാവും എന്നറിയില്ല. എങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ്, എന്നിട്ട് ഡിസ്കഷൻ ലാസ്റ്റിലേക്ക് വെക്കാം. ഓക്കെ, എനിവേ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ട എല്ലാവർക്കും എന്റെ സന്തോഷം അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി. ഈ PPT കാണുന്നുണ്ടല്ലേ? യെസ് സർ. ഓക്കെ, നമ്മളെ PPT ഓക്കെ, ശരി. ഓക്കെ, ഒരു ഇന്റർപേഴ്സണൽ തെറാപ്പി നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരാളുടെ ഉള്ളിൽ കിടക്കുന്ന പ്രയാസങ്ങളൊക്കെ ആയിരിക്കും. ഇന്റർപേഴ്സണൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് തന്നെയാണ്. അയാളുടെ ഉള്ളിലെ പ്രയാസങ്ങൾ കണ്ടെത്തുക, അയാളിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഇന്റർപേഴ്സണൽ തെറാപ്പി എന്ന പേര് വന്നത് തന്നെ. അതായത് പിന്നെ ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, ഇത് കണ്ടെത്തിയിട്ടുള്ളത് ജെറാൾഡ് ക്ലെയർമാൻ അതുപോലെ തന്നെ മിർന എന്ന് പറയുന്ന 2 പേര് കൂടിയിട്ടാണ് ഈ ഒരു തെറാപ്പി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഈ ഒരു തെറാപ്പിന്റെ ഒരു തിയറിറ്റിക്കൽ ആയിട്ട് കുറച്ച് കൂടുതൽ പറയാനുള്ളത്, പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് എന്താണ് ചെറിയതായിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണുള്ളത് എങ്കിൽ പോലും നമ്മൾ അത് അപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ എന്താണ്, അത് ഡീപ്പായിട്ട് തന്നെ പോകണം. അല്ലാണ്ട് നമ്മൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് അവിടെ കൊണ്ടൊരു അപ്ലിക്കേഷനിൽ പോകരുത്. കാരണം അതിന്റെ ഡീപ്പസ്റ്റ് ലെവലിൽ തന്നെ പോയാൽ മാത്രമേ അതിലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോ ഈ ഒരു IPT, അതായത് ഇന്റർപേഴ്സണൽ തെറാപ്പി എന്ന ഈ ഒരു തിയററ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ, ഒരാൾക്ക് വ്യക്തിപരമായിട്ടുണ്ടാവുന്ന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗലക്ഷണങ്ങളിൽ നിന്നും മോചനം നേടിക്കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഈ ഇന്റർപേഴ്സണൽ തെറാപ്പിക്കുള്ളൂ. അതായത് മറ്റുള്ള ആളുകൾക്ക്, അതായത് ഒരുപാട് ദൈനംദിന ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതപ്പോ ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ എന്താണ്, അവരെ വ്യക്തിപരമായിട്ട് തന്നെ കണ്ട് അതിൽ നിന്ന് അവരെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തി അതിലേക്ക് എന്താണ് ഒരു പിന്നെ ഗോൾ അച്ചീവ് ആയിട്ടോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുത്തോ അല്ലെ പേഴ്സണലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചോ എന്നുള്ള രീതിയിലാണ് ഒരു തെറാപ്പിന്റെ ഒരു സെഷൻ തന്നെ തുടങ്ങുന്നത്. അപ്പോ ഇതിന്റെ ഒരു നാച്ചുറൽ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു വ്യക്തിത്വത്തിന്റെ ഒരു സ്വഭാവം എന്ന് തന്നെ നമ്മൾ സാധാരണ ഒരു ഫിലോസഫി തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. ഫിലോസഫി തന്നെ പറഞ്ഞു പോകണം. അപ്പോൾ ആരോഗ്യപരമായിട്ട് നമുക്കറിയാം, ആരോഗ്യപരമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നല്ലതായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമുക്ക് എന്തായാലും വേണം. അതിൽ ചിലപ്പോൾ നമുക്ക് എന്താണ്, ചില ആളുകളോടുള്ള ഇന്റിമസി, അടുപ്പം കൂടും. അതിനനുസരിച്ച് വളരാൻ നമുക്ക് കഴിയണം. പിന്നെ അതിനകത്ത് എന്താണ്, ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് എന്താണ്, ഒരു പ്രതിരോധ ശക്തി, റെസിലിയൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഒരു പ്രതിരോധ ശക്തിയാണ്. ഒരു ബന്ധത്തിലേക്ക് നമുക്ക് എത്രത്തോളം നമുക്ക് അത് ഉണ്ടാക്കാം, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എത്രത്തോളം പിന്നെ അതിലേക്ക് ഒരാളുമായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അത് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് പിന്നെ ഒരു എന്താണ് ഫ്ലറിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു പിന്നെ അതായത് അതിന്റെ ഒരു നല്ല ഒരു പിന്നെ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ എന്താണ്, ആ ഒരു നല്ലൊരു എന്താണ് ബ്രോഡർ സോഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ടാവണം. ഒരു സന്തുലിതാവസ്ഥ നമുക്ക് അതിനുണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ പ്രധാനമായിട്ടും എന്താണ്, ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉള്ള ആളുകൾ, സാധാരണയായിട്ട് പല തരത്തിലുള്ള ആളുകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ എന്താണ്, നമ്മൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് അവരുമായിട്ട് എന്താണ് സമ്പർക്കം പുലർത്തി അവർക്ക് വേണ്ടത് ഒരു തെറാപ്യൂട്ടിക്കൽ അപ്രോച്ചിലൂടെ നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഈ ഒരു തിയററ്റിക്കലായി ബേസിക്കലി ഇത് പറയുന്നത്. പിന്നെ ഇതിന്റെ ഹിസ്റ്റോറിക്കലി ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. IPTന്റെ ഒരു അപ്രോച്ച് എന്ന് തന്നെ പറയുന്നത് സൈക്കോഡൈനാമിക് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു തിയറിയാണ്. ആ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ എന്താണ് അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നും കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മൂവ്മെന്റ് ആണത്. പക്ഷെ ഇതിൽ തന്നെ അതിന്റെ അതേ പാറ്റേൺ വെച്ചിട്ട് അന്നത്തെ കാലത്ത് അഡലർ എന്ന് പറയുന്ന ആളും എറിക്സൺ, സുള്ളിവാൻ എന്നിവരെ ആളുകൾ സൈക്കോളജിസ്റ്റുകൾ ആണെങ്കിൽ പോലും ഇവരുടെ തിയറികൾ അന്നത്തെ കാലത്ത് ഒരുപാട് പ്രശസ്തമാണ്. ഇതിൽ പ്രധാനമായിട്ടും അഡലർ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ആളുകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് പിന്നെ മറ്റുള്ള ആളുകളുമായിട്ട് സോഷ്യലായിട്ട് ഇന്ററാക്ട് ചെയ്യാനും
അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഒരു ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്യാനുമാണ് ആൾക്കാർ പിന്നെ ആഗ്രഹിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ കുടുംബത്തിലൊക്കെ ഒരാള് നമ്മളെ കുട്ടികളാണ്, നമ്മളാണ്, നമുക്ക് എപ്പോഴും ഒരു എന്താണ് ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. നല്ല രീതിയിൽ കുടുംബം നോക്കണം, അല്ലെങ്കിൽ ആളുകളുമായി, കുടുംബത്തിലെ ആളുകളുമായി നല്ലോണം സംസാരിക്കണം. ആ രീതിയിൽ തന്നെയാണ് നമുക്ക് പോകാൻ ആഗ്രഹിക്കുക. ഇതാണ് ഒരു നല്ലൊരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അത് തന്നെയാണ് അഡലർ ഇത് പറയുന്നത്. സാധാരണ ആളുകൾ ഇങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു പാത്തോളജിക്കൽ കണക്ഷൻ വെച്ച് നോക്കുമ്പോൾ ആളുകൾക്ക് എന്താണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ഒരു നല്ലൊരു ബന്ധത്തിന് എന്താണ് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ എന്താണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകൂ എന്ന് കൂടി ഇദ്ദേഹം ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലത്തെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ മറ്റുള്ള ആളുകൾ, അതായത് നമ്മുടെ ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു ഫാമിലി ലൈഫ് തന്നെ വരികയാണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിൽ തന്റെ പാർട്ട്ണറുടെ, അതായത് വൈഫോ ഭാര്യയോ ആരോ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, തന്റെ പാർട്ട്ണറുടെ കാര്യങ്ങളൊക്കെ കേട്ട് ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയിട്ട്, അല്ലെങ്കിൽ അത് പിന്നെ അതേപോലെ തന്നെ അവരെ ബന്ധങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോവുക. പിന്നെ ഈ പാർട്ട്ണറുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. അതായത് കുട്ടികൾക്ക് എന്തൊക്കെയാ വേണ്ടത്, അതേപോലെ കുട്ടികൾക്ക് ഇപ്പൊ അവർക്ക് എന്താ വിദ്യാഭ്യാസം കൊടുക്കുക, നല്ലൊരു സോഷ്യൽ ഇന്ററാക്ഷൻ ഉണ്ടായി കൊടുക്കുക, നല്ലൊരു ബിഹേവിയർ ഉണ്ടായി കൊടുക്കുക. ഇതൊക്കെ സാധാരണഗതിയിൽ ഒരു ഫാമിലിയിൽ, നല്ലൊരു ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു തെറാപ്പി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സാധാരണ ഒരു ഫാമിലി തെറാപ്പി, കപ്പിൾസ് തെറാപ്പി എന്നതിൽ ഉപരി പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആണ് കപ്പിൾസ് തെറാപ്പിയിൽ. കാരണം അവർക്ക് ഉണ്ടാവുന്ന ഒരുപാട്, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഭാര്യ എന്ന് പറയുന്നത് പുതിയൊരു ലൊക്കാലിറ്റിയിൽ നിന്ന് വരുന്നതാണ്, ഭർത്താവ് എന്ന് പറയുന്നത് മറ്റൊരു ലൊക്കാലിറ്റി. അന്നപ്പോ ഒരു കുടുംബത്തിൽ വരിക നമുക്ക് ഒരുപാട് കോൺഫ്ലിക്ട്സ്, പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഭർത്താവിന്, അതായത് പാർട്ണറിന്റെ പറഞ്ഞൊന്നും മനസ്സിലാവാൻ പറ്റാത്ത അവസ്ഥ, അതായത് ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാവാത്ത പ്രശ്നം. ചിലപ്പോൾ കല്യാണ സമയത്ത് ആലോചിക്കുന്നതിന് മുമ്പ് ചില കുടുംബത്തിന് പറയും കുട്ടികളെ, പെൺകുട്ടിയെ ഞങ്ങൾ പഠിപ്പിക്കാൻ വിടും, ജോലിക്ക് വിടും എന്നൊക്കെ. പക്ഷെ ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഈ ഫാമിലി എന്താണ് ഒന്നും പറയില്ല. അതപ്പോ ആ ഒരു പ്രശ്നങ്ങൾ സിമ്പിൾ ആയി ചിലപ്പോൾ അവിടെ തന്നെ തുടങ്ങാനുള്ള കാരണം അതായിരിക്കും. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു തെറാപ്പി കൊണ്ട് പ്രധാനമായിട്ടും നമുക്ക് സോഷ്യൽ ആയിട്ടുള്ള സ്കില്ലുകൾ വളർത്തിയെടുക്കുക എന്നുള്ളത്. കാരണം ഇയാളെ പ്രശ്നങ്ങൾ നിലവിൽ എന്തുമായിക്കോട്ടെ, ആ പ്രശ്നങ്ങൾ എന്തിലാണെന്ന് വന്നിട്ടുള്ളത്, അതുമായിട്ട് എന്താണ് ആ പ്രശ്നങ്ങൾ തൽക്കാലം ഒന്ന് മാറ്റിക്കൊടുക്കാൻ നമ്മൾ എന്താണ് സോഷ്യൽ ആയിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകുക. അതുപോലെ തന്നെ അങ്ങനത്തെ ആ ഗ്രൂപ്പ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് അവരെ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് അവരുടെ മനസ്സില്, അവർക്ക് ഒരു ആൾക്ക് ചിലപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും, എന്റെ കൂടെയുള്ള ആളെ അംഗീകരിക്കണം, എന്നെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അതേപോലെ തന്നെ ഈ ഒരു പരസ്പര സ്നേഹബന്ധം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ ചില ഫാമിലി ടോക്സിക് ഫാമിലി എന്ന് കേൾക്കാറില്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഒരു സൈഡ് മാത്രം ആഗ്രഹിക്കാതെ മറ്റേ തന്റെ പാർട്ട്ണർ, തന്റെ കുടുംബത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ നല്ല രീതി അതേപോലെ ചിന്താഗതി പോലെ തന്നെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുള്ള ഒരു ഓപ്പോസിറ്റ് ആയിട്ട് സൈഡുകളുമുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ നോർമൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ ഒരു പിന്നെ ഒരു പ്രശ്നബാധിത മേഖല എന്ന് പറയും, നമുക്ക് അതിലേക്ക് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ തിയററ്റിക് ആയിട്ട് ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാന്നേ ഉള്ളൂ. പിന്നെ അതേ ഒരു നല്ലൊരു ലൈഫിലേക്ക് വേണ്ടത് സ്നേഹം, ലവ് ആണ് പ്രധാനമായിട്ട് ഒരു ഫാമിലി ലൈഫിൽ, ഒരാളുടെ വ്യക്തിത്വത്തിൽ, ജീവിതത്തിലൊക്കെ നമുക്ക് അത്യാവശ്യം ഉണ്ടാകുന്നത്. അദ്ദേഹം എന്താണ് ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയാൾ എന്താണ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. കുട്ടികൾക്ക് വാങ്ങുന്ന പുസ്തകങ്ങളും ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുന്നു. പക്ഷെ അതേ സമയത്ത് അയാൾ എന്താണ് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റുന്ന സ്നേഹം കൊടുക്കുന്നില്ല. കുട്ടികളോട് സംസാരിക്കുന്നില്ല, ഭാര്യയോട് സംസാരിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നം, നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അന്നപ്പോ എന്താണ് ഒരു വ്യക്തിക്ക് നിർബന്ധമായിട്ട് ഉണ്ടാകുന്ന ഉള്ളിലൊരു സ്നേഹം വേണം എന്നാണ് ഈ ഇന്റർപേഴ്സന്റെ ഒരു കണക്ഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ അതേപോലെ ന്യൂറോ ബയോളജി റിസർച്ച് പ്രകാരം അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുള്ളത്, ഏതൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് അവരുടെ ബ്രെയിനുമായിട്ട് കണക്റ്റീവ് ആണ്. അതായത് ഒരു ബ്രെയിനുമായിട്ട് ബേസിക് ആയിട്ട് നല്ലൊരു പിന്നെന്താണ് അയാള് ഓട്ടോമാറ്റിക് ആയി ചിന്തിക്കുകയോ നല്ല രീതിയിൽ ചിന്തിക്കുകയോ ചെയ്യാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അന്നപ്പോ എന്താണ് ന്യൂറോളജിക്കൽ അവർ പറയുന്ന ഒരു ബ്രെയിൻ എപ്പോഴും കണക്ഷൻ ആണ് ഒരാളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ തന്നെയാണ് ഈ ഒരു ഇന്റർപേഴ്സണൽ തെറാപ്പിയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ ബന്ധത്തിൽ, വ്യക്തിപരമായിട്ടുള്ള അയാളുടെ ബന്ധത്തിൽ എങ്ങനെയൊക്കെ നന്നാക്കി എടുക്കാം,
അയാളുടെ ലൈഫിൽ ഏത് പ്രശ്നങ്ങളാണോ ഇപ്പൊ ഉള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. ഞാനൊന്ന് പറയാൻ മറന്നു, ഇത് പ്രധാനമായിട്ടും നമുക്ക് ഒരു ഏരിയ ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഒരു തെറാപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡർ ആൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഈ 3, അതേപോലെ തന്നെ ഫാമിലി തെറാപ്പി, കപ്പിൾ തെറാപ്പി, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയയിലൊക്കെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണിത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താണ്, സൈക്കാട്രിക് ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ഒരുപാട് പിന്നെ ആ രീതിയിൽ നമുക്ക് എങ്കിൽ റിസൾട്ട് ഉണ്ടാകും. കുറെയൊക്കെ ഒരു 50% 70% ഒക്കെ റിസൾട്ട് ഉണ്ടാവുമെങ്കിൽ പോലും എന്താണ് നമുക്ക് അതിന്റെ ഒരു അതിന്റെ കൂടെ മറ്റ് തെറാപ്പികളൂടി ആഡ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ അതിൽ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയൂ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പിന്നെ സിംപ്റ്റംസ്, ഇതിന്റെ ലക്ഷണങ്ങൾ ചിലപ്പോൾ സാധാരണക്കാർക്കൊന്നും നമുക്ക് ഡിപ്രഷൻ ആയിട്ട് വരുന്ന ആളുകൾക്ക് സിംപ്റ്റംസുകൾ ഒരുപാടുണ്ടാവും. പക്ഷെ അതിനനുസരിച്ചൊന്നും എന്താണ് നമുക്ക് ചിലപ്പോൾ ആ സിംപ്റ്റംസുകൾ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടെത്തിക്കാനൊന്നും കഴിയില്ല. CBT-യിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വർക്ക് ഷീറ്റുകളും ക്വസ്റ്റ്യനറൊക്കെ വെച്ച് കണ്ടുപിടിക്കാം. പക്ഷെ ഈ ഇന്റർപേഴ്സണൽ കൗൺസിലിംഗ് അത് വരുമ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു ഡിപ്രഷൻ മോഡിലാണ്. കാരണം അയാൾ അതിൽ പറഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ ഇത് ഡിപ്രഷൻ ആണ്. അതിന്റെ സിംപ്റ്റംസുകൾ അയാളിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ എന്താണ് വാക്കാലെ കമ്മ്യൂണിക്കേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് ഈ ഒരു ഇന്റർപേഴ്സണൽ കൗൺസിലർ പ്രധാനമായിട്ടും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക, എന്നിട്ട് അവരിപ്പോ നിലവിലുള്ള സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് കണ്ടെത്തുക. പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്താണ് സെൽഫ് എസ്റ്റീം ഉണ്ടാക്കി കൊടുക്കുക, അതേപോലെ തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു തെറാപ്പിയിൽ ഈ ഒരു ഫോക്കസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഡിപ്രസീവ് ആയിട്ടുള്ള ആളുകൾക്കാണ്. അവർക്ക് എന്തൊക്കെയാ, പിന്നെ അതർ ഡിസോർഡർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് നമുക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു ഏരിയയിൽ അതായത് അവര് വ്യക്തിപരമായിട്ട് നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ എന്താ, നമ്മൾ അവരെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എവിടുന്നാണ് ഈ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത്? പ്രശ്നങ്ങൾ അതായത് ചിലപ്പോ ഈ ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു സുപ്രഭാതത്തിലായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ വർഷങ്ങൾക്ക് പോയപ്പോ ഒരു സ്കീമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിഗറോ അയാളെ മനസ്സിലുണ്ടെങ്കിൽ ആ ട്രിഗർ മൂലം ഇപ്പൊ നിലവിലൊരു ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മൾ എന്താണ് കണ്ടറിയാം. അതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഇന്റർപേഴ്സണൽ തെറാപ്പി നമുക്കുള്ളൂ. ഇതിൽ ഏറ്റവും ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, കിഷ്കിണ്ട അങ്ങനത്തെ ഒരു പേര് മറന്നുപോയി. അപ്പോ അത് ആ ഒരു ഫിലിമിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്റർപേഴ്സണൽ തെറാപ്പി സൈക്കോ തെറാപ്പിയിൽ ഏറ്റവും എന്താണ് റെസിലിയൻസ് തെറാപ്പി എന്നാണ് അതിൽ പറയുന്നത്. പക്ഷെ ആ ഫിലിം കണ്ടാൽ നിങ്ങൾക്കറിയാം ഇന്റർപേഴ്സണാലിറ്റി തെറാപ്പി എത്രത്തോളം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആ ഫിലിം ഇറങ്ങി കുറച്ച് സമയത്തിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട്. സൈക്കോളജിക്കൽ മൂവി ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടു. പക്ഷെ എനിക്കത് മനസ്സിലായി ഡീപ്പസ്റ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ മൂവി തന്നെയാണ്. കാരണം അതില് ആ ക്ലയന്റിന്റെ, ഞാൻ ലാസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആ ക്ലയന്റുമായിട്ട് ഒരു ഇതുണ്ട്. കാരണം നിലവിൽ ഒരുപാട് ഡിമെൻഷ്യ ബാധിച്ച ഒരു ക്ലയന്റിനെ എത്രത്തോളം നിലവിൽ എങ്ങനെയാണ് അയാൾ ലൈഫിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ആ മൂവി കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തെറാപ്പിയിലേക്ക് തന്നെ വരാം. ഓക്കെ, അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും സൈക്കോ തെറാപ്പി, ഈ ഒരു തെറാപ്പിയിൽ നിന്ന് ഫോക്കസ് ചെയ്യുന്നത് അവരെ ഉള്ളിലുള്ള ഒരുപാട് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. ആ ഇഷ്യൂസ് ചിലപ്പോൾ ഷോർട്ട് ടൈം ആയിട്ടുള്ളത് ഉണ്ടാവും, ചിലപ്പോൾ ലോങ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾക്കുണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ എന്താണ് അവർക്ക് എവിടെ നിന്നാണ് പ്രശ്നങ്ങൾ, ആ ഏരിയ മാത്രം കണ്ടെത്തി അതിൽ നിന്നും പ്രശ്നപരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പ്രധാനമായിട്ട് ഈ ഇന്റർപേഴ്സണൽ തെറാപ്പി നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിനും പറ്റും എന്നാണ്. അതായത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന, അതായത് ഒരു 65, 75, 70 വയസ്സ് വരെ ഉള്ള ആളുകൾക്ക് വരെ നമുക്ക് ഈ തെറാപ്പി ഉപയോഗിക്കാം എന്നാണ്. ഏജ് വൈസ് ഇല്ല, ഏത് ഏജുകാർക്കും നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 4 ഏരിയസ് ആണ്. ഈ ഏരിയസ് ആണ് വെച്ച് ശരിക്കും തെറാപ്പി സ്റ്റേജ് ഇവിടെയാണ് തുടങ്ങുന്നത്. 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു തെറാപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾ മറന്നേക്കുക. ഏകദേശം ഒരു തിയററ്റിക് ബേസ് ആണ്. ഇനി മുതലാണ് ശ്രദ്ധിക്കേണ്ടത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം ഏരിയാസ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ഒരു തെറാപ്പി സെഷൻ ആരംഭിക്കുക. അതായത് 4 ഏരിയ. ഒന്നാമത്തെ അൺറിസോൾവ്ഡ് ഗ്രീഫ് എന്ന് പറയുന്നത് പരിഹരിക്കപ്പെടാത്ത ദുഃഖം. അതായത് എന്തെങ്കിലും ഒരാൾ മരണപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിൽ ഉണ്ടായതോ എന്തെങ്കിലും, ഞാൻ വിശദമായിട്ട് നമുക്ക് ഓരോന്നായി പറയാം. അതുപോലെ പരിഹരിക്കപ്പെടാത്ത ഒരു ദുഃഖം ഈ ക്ലയന്റിന് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. പിന്നെ അതേപോലെ രണ്ടാമത്തെ ഒരു തിങ്സ് ആണ്, അതായത് ഒരു ലെവലാണ്
റോൾ ഡിസ്പ്യൂട്ട് എന്ന, അതായത് ഏറ്റവും കൂടുതൽ ഫാമിലി ലൈഫിലുണ്ടാകും ഇവരിടയിൽ ചിലപ്പോൾ ഒരുപാട് തർക്കങ്ങൾ, ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അതായത് ഒരു ഫാമിലി ലൈഫിൽ തർക്കങ്ങൾ ഉണ്ടാവും. ആ തർക്കങ്ങൾ ഇനി ഫാമിലി കൗൺസിലിംഗ് ആണ് നമ്മൾ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അത് നമ്മൾ കണ്ടത്. അവർക്കിടയിലെ തർക്കങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് മാത്രമേ എന്താണ് അവരെ ഒരു തെറാപ്പി സെഷനിലേക്ക് പോകാൻ പറ്റൂ. പിന്നെ അടുത്തത് റോൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത് അവർക്ക് എന്താണ് രണ്ടുപേർക്കും എത്രത്തോളം ഈ ഒരു പ്രശ്നങ്ങളിൽ പങ്കുണ്ട്, അതായത് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്രഷൻ ആയിട്ടുള്ള ഒരാൾക്ക് എത്രത്തോളം ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റോൾ ട്രാൻസിഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ നാലാമത്തെ ഒരു കാര്യമാണ് ഇന്റർപേഴ്സണൽ ഡെഫിഷ്യന്റ്. അതായത് അയാൾക്ക് ചിലപ്പോൾ വ്യക്തിപരമല്ലാത്ത ചില കുറവുകൾ അയാൾക്ക് തന്നെ തോന്നുകയാണ് ഞാനൊന്നിനും കൊള്ളൂല, എന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ല, അങ്ങനത്തെ ഒരു ട്രിഗറും അതുപോലെ തന്നെ പിന്നെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ ഉള്ള ആളുകൾക്കൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ഇന്റർപേഴ്സണൽ തെറാപ്പി നമുക്ക് ഉപയോഗിക്കാം. അതായത് 4 സെഷൻ 4 ഒരു വേ വെച്ചിട്ടാണ്. ഒന്നാമത് ഗ്രീഫ്, റോള്, പിന്നെ ട്രാൻസിഷൻ ആൻഡ് ഡെഫിഷ്യന്റ്. ഈ 4 സെഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു തെറാപ്പി സെഷനിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പറയാം. എന്താണ് പിന്നെ ഈ റോൾ ഡിസ്പ്യൂട്ട് തന്നെ. അൺറിസോൾവ് ഗ്രീഫ് PPT മിസ്സായി പോയിട്ടുണ്ട് തോന്നുന്നു, ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഈ അൺറിസോൾവ് ഗ്രീഫിലേക്ക് നമുക്ക് കുറച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ അത് പരിഹരിക്കപ്പെടാത്ത പ്രശ്നം. അപ്പോ പരിഹരിക്കാത്ത പ്രശ്നം എന്ന് പറയുന്നത് എവിടെയാണ് ഇവർക്ക് പ്രശ്നം എന്ന് ആലോചിക്കാം, നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. കാരണം ഒരു പിന്നെ ഉദാഹരണം മരിച്ചിട്ടുള്ള ഒരാളാണ്, ഒരു ഫാമിലി ലൈഫിൽ ഏറ്റവും അടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ മരിച്ചതിന് ശേഷം ഇയാൾക്കൊരു ഡിപ്രഷനോ സങ്കടമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ അപ്പോ അയാളെ ശരിക്കുള്ള പ്രശ്നം എവിടെയാണ്? അയാൾ മരിച്ച അയാൾ ചിലപ്പോ രക്ഷിതാവോ അല്ലെങ്കിൽ വീട്ടിൽ ആരോ ഇനി ഫ്രണ്ട്സിന്റെ സർക്കിളിൽ ആരെ പെട്ടതാണോ, ഇനി ഇപ്പൊ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയത് ആരും ആവട്ടെ, അയാളുമായിട്ട് എത്രത്തോളം എന്താണ് ഇയാളുമായിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട് നമ്മൾ കണ്ടെത്താൻ നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്റ്റേജിൽ അയാൾ എത്രത്തോളം ഇമോഷണൽ ആണ്. കാരണം നമ്മളോട് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അയാൾ എത്രത്തോളം ഇമോഷണൽ ആയിട്ട് ചിലപ്പോൾ കരച്ചിലാവും, സങ്കടാവും, എന്തും ആയിക്കോട്ടെ, അയാൾ ആ പറയുന്ന സമയത്ത് ആ ഇമോഷനെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇമോഷൻ ഉള്ള സമയത്ത് അയാൾക്ക് ഏറ്റവും കൂടുതൽ ഏത് ഇമോഷൻ ആണ് വരുന്നത്? ചിലപ്പോ ഈ ഒരു ഫാമിലി കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ ദേഷ്യമായിരിക്കും. ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അല്ല ഭർത്താവിന്റെ വീട്ടുകാരോട് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ചിലപ്പോൾ ദേഷ്യമാണോ, അല്ല ദുഃഖമാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഇമോഷൻ ആണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ആ ഭർത്താവിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ വളരെ ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ ചോദിക്കും. അപ്പൊ എന്താണ് ആ സമയത്ത് എന്താണ് അവരോട് നമ്മൾ ഒരിക്കലും എന്താണ് അവരുടെ ഭാഗത്താണ് പൂർണ്ണ തെറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും അവരോട് പറയാൻ പാടില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നിൽക്കാം. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും അവരോട് ചോദിക്കുന്നതിൽ. ഈ അൺറിസോൾവ്ഡ് ഗ്രീഫ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരോട് ചോദിക്കുന്ന സമയത്ത് എന്താണ് നല്ല രീതിയിൽ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നല്ലൊരു രണ്ടുപേരും ഒരുമിച്ചിട്ട് ചിലപ്പോൾ ഫാമിലി കേസുകളൊക്കെ ചിലപ്പോൾ രണ്ടുപേരെ ഇരുത്തി ചർച്ചകൾ ചെയ്യേണ്ടി വരും, അങ്ങനത്തെ കേസുകൾ. അതേപോലെ തന്നെ എന്തെങ്കിലും നേരത്തെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളിലാണെങ്കിൽ ചിലപ്പോ അയാളുടെ ഓർമ്മകൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് അയാളോട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ആ പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്താണ് പിന്നെ അയാൾക്ക് ഒരു റിയൽ ലൈഫിനെ പറ്റി എന്തായാലും ഒരാൾ മരിക്കും. അപ്പൊ ഇന്ന കാരണം കൊണ്ട് ചിലപ്പോൾ അയാൾ അസുഖമായിട്ട് മരിച്ചതായും അയാൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയി. അപ്പൊ അതിനുശേഷം നമുക്ക് എന്താണ് അയാൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് വേണ്ടത്. ചിലപ്പോ നമുക്ക് വേണ്ടി അയാളെ ഈ മരിച്ച ആളെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് അയാളെ പറ്റി ഒരു നല്ലൊരു മെമ്മറി സ്റ്റോറി വേണം ഇയാൾക്ക് പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ ഈ അതിന്റെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ എന്താണ് ഈ ഒരു പരിഹാര സമയത്ത് ചിലപ്പോ ഈ അയാളെ കൊണ്ടുപോയി അയാളുടെ മരണ ചടങ്ങുകളിലോ ആ വീട്ടിൽ എന്തൊക്കെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് അതുമായിട്ട് അയാളെ കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യുക. പിന്നെ അതുകൊണ്ട് അയാൾക്ക് വേണ്ടി അയാളെ കുറിച്ച് ഒരു സ്റ്റോറി എഴുതാൻ പറയുക. പിന്നെ അതേപോലെ തന്നെ അയാളെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്താണ് അയാളെ ഈ ഒരു ബന്ധവുമായിട്ട് എന്താണ് അയാളെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ജസ്റ്റ് ഒരു പ്രേ നടത്തുക. ഇതൊക്കെയാണ് സാധാരണ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിലേക്ക് വരിക. ഇതൊരു വേണമെങ്കിൽ എന്താണ് ഞാൻ സ്റ്റോറി പറഞ്ഞതുപോലെ അയാൾക്ക് വേണ്ടി ഒരു കത്ത് എഴുതുക.
പിന്നെ ആ സ്ഥലം സന്ദർശിക്കുക. ഇതൊക്കെയാണ് ഒരു അൺറിസോൾവ് ഗ്രീഫിൽ ഒരു നഷ്ടപ്പെടൽ ബോധവുമായിട്ട് വന്നിട്ട്. അതേ സമയത്ത് ഒരു ഫാമിലി ലൈഫിലേക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നെ ഈ ഒരു ഇവര് തമ്മിൽ ഫാമിലിയിലെ ഇവര് തമ്മിലുള്ള പൊരുത്തക്കേടുകൾ നമ്മൾ മനസ്സിലാക്കും. കാരണം ചിലപ്പോ ഭർത്താവ് പറയുന്നത് ഭാര്യക്ക് ഇഷ്ടമുണ്ടാവില്ല, ഭാര്യക്ക് പറയുന്നത് ഭർത്താവിനും ഇഷ്ടമാവില്ല. അന്നപ്പോ എന്താണ് ഇവർക്കിടയിലെ പ്രധാനമായിട്ടുള്ള സംസാര വിഷയത്തിൽ എവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്, ആ ഏരിയ ഒന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് പിന്നെ അവരോട് ആ സമയത്ത് എന്താണ് രണ്ടാളോടും ഒന്ന് കാമായിരിക്കാൻ എന്താണ് രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇതൊരു തെറാപ്പി സെഷനിൽ, ഒരു കൗൺസിലിംഗ് സെഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം എന്താണ്, ചിലപ്പോ ഭാര്യയുമായിട്ട് നമ്മൾ ആദ്യം സംസാരിച്ചു, അത് പിന്നെ അതിനുശേഷം ഭർത്താവുമായിട്ട് സംസാരിച്ചു. അപ്പൊ ആ സംസാരിക്കുന്ന സമയത്ത് രണ്ടാൾക്കും രണ്ടാണ് പറയാനുണ്ടാവുക. അപ്പൊ എന്താണ്, രണ്ടാളെ കുറ്റം പറയുന്ന സമയത്ത് എന്താണ്, നമ്മളത് പൂർണ്ണമായി കഴിച്ച് അവിടെ സെഷൻ അവിടെ തീർന്നു. അപ്പൊ എന്താണ്, അടുത്തതിലേക്ക് പോവുക. അപ്പൊ ഈ ഒരു സെഷനിൽ എഴുതുന്ന സമയത്ത് എന്താണ്, ഈ ഫാമിലി ലൈഫിൽ അടുത്ത സെഷൻ റോൾ ഡിസ്പ്യൂട്ടിലേക്കാണ് വരുന്നത്. അപ്പൊ അത് പറയാം. പക്ഷെ അതിനു മുമ്പ് തന്നെയാണ് മറ്റുള്ള കേസുകളായി ഡിപ്രഷനോ ആങ്സൈറ്റി ഉള്ള ആളുകളൊക്കെ നമുക്ക് വരികയാണെങ്കിൽ എന്താണ്, ഇവർക്ക് നമ്മളെ മുമ്പിൽ ഒന്നും പറയുന്നില്ല, മിണ്ടാതിരിക്കുകയാണ്. ആ സമയത്ത് എന്താണ്, നമുക്കൊരു പേപ്പറും പെന്നും സാധാരണ കേസുകൾ പോലെ തന്നെ ഒന്ന് ജേണൽ എഴുതിപ്പിക്കാൻ കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് എന്താണ്, നിലവിലുള്ള ഫാമിലി സ്റ്റോറി പറയിപ്പിക്കുക. ആ ഒരു മൂഡൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഈ ഒരു ഇന്റർപേഴ്സണൽ ഈ ഒരു തെറാപ്പിയിൽ സാധാരണ ബ്രീത്തിങ് എക്സസൈസിന് ഒരൊന്നും കാര്യമായിട്ടുള്ള ഒരു സാധ്യതയില്ല, ഒരു പ്രസക്തി ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഈ ഒരു ഇന്റർപേഴ്സണൽ തെറാപ്പി ഉപയോഗിക്കുന്നത് തന്നെ അയാളുടെ മനസ്സിൽ, അയാളൊരു വ്യക്തി എന്നുള്ളതിൽ അയാളൊന്ന് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ എന്താണ്, മറ്റുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ നമുക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ആക്ടിവിറ്റീസ് കൊടുക്കുക, ഒന്ന് ജേർണൽ ചെയ്താൽ. കാരണം അയാൾ ഉള്ളൊന്ന് തുറന്നു കിട്ടണം. അതിനു വേണ്ടി മിണ്ടാതിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾ ഒരു പേപ്പറിൽ കൂടെ എഴുതിക്കോളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് വരാം. പിന്നെ അതേപോലെ തന്നെയാണ് റോൾ ഡിസ്പ്യൂട്ട്, രണ്ടാമത്തെ ഒരു സെഷൻ. അതായത് ട്രീറ്റ്മെന്റിന്റെ രണ്ടാമത്തെ സെഷൻ. അതായത് നമ്മൾ ബാധിത മേഖല നമ്മൾ തിരിച്ചറിഞ്ഞു, ഇന്ന ഭാഗത്തു നിന്നാണ് ഇയാൾക്ക് പ്രശ്നം വന്നിട്ടുള്ളത്. ഫാമിലി ലൈഫ് നമ്മൾ പറഞ്ഞു, മറ്റുള്ള നഷ്ടബോധങ്ങളും അല്ല ഡിപ്രഷൻ, എന്തോ ആങ്സൈറ്റി, പേടിയുള്ള സോഷ്യൽ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. ആ ഏരിയ നമ്മൾ തെളിച്ചു. ആ ഏരിയയിൽ നിന്നും നമ്മൾ അവർക്ക് എന്താണ്, പ്രതീക്ഷകൾ ഉണ്ടാക്കി കൊടുക്കുക. കാരണം എന്താണ്, ഒരു ഫാമിലി ലൈഫിൽ എന്താണ് ഫാമിലി ലൈഫിൽ പ്രതീക്ഷ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അവരെ രണ്ടാളെ കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുക എന്നല്ല. അവർക്ക് എന്താണ്, ഇനിയുള്ള ആ ലൈഫ് തന്നെ മുന്നോട്ട് പോകാൻ അവർക്കും ചിലപ്പോൾ ഉദാഹരണങ്ങൾ, ചിലപ്പോൾ നമ്മൾ പറയുക ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമ്മുടെ ഉദാഹരണങ്ങൾ അവർക്ക് വെച്ചു കൊടുക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ ലൈഫിൽ എന്റെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ആ രീതിയിൽ എന്താ അവർക്ക് മോർ എക്സ്പെക്ടേഷൻ കൊടുത്തിട്ട് എന്താണ്, നിലവിലുള്ള അത്യാവശ്യം ആ സെഷൻ എങ്ങനെയും നിരാശയോടെ മടങ്ങാതെ നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഇങ്ങനെ കൊടുക്കുക വെച്ചാൽ, ഇവർക്കിടയിലെ എന്തിനാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, എന്തിനാണ് തർക്കങ്ങൾ എന്നുള്ളത് നമുക്ക് മെയിൻ ആയിട്ട് പറയും. എന്തിനാണ് സ്ഥിരമായിട്ട് ഇവർ അടി കൂടുന്നത്? പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ IPT എന്നത് ഫാമിലി ലൈഫിൽ, കപ്പിൾ തെറാപ്പിയിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഏരിയ ആണ്. അപ്പോ ഇവരെന്തിനാണ് തർക്കങ്ങൾ കൊണ്ടുവന്നത് നമ്മൾ അത് തിരിച്ചറിയുക. അപ്പോ അതേപോലെ തന്നെ നമ്മൾ ഏകദേശം ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ പല കേസുകളും, ഞാൻ ഇടപെട്ട ഒരു കേസ് ചിലപ്പോൾ ഒരു ഫാമിലി കേസിൽ രണ്ടു കൂട്ടരും പറഞ്ഞ പ്രശ്നങ്ങൾ കുറെ ഉണ്ട്, എങ്കിൽ പോലും എന്താണ് കാര്യമായിട്ട് ഒന്നുമില്ല. അങ്ങനത്തെ ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ ആ കേസുകളിലൊക്കെ എന്താണ്, തർക്കത്തിന്റെ ഇവർക്കിടയിലെ പ്രശ്നങ്ങൾക്ക് എന്താണെന്നുള്ള ആ ഒരു കുറച്ച് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഒന്ന് വിലയിരുത്തി കൊടുക്കുക. അപ്പൊ ഈ വിലയിരുത്തുക എന്ന് പറഞ്ഞാല് സാധാരണയായിട്ട് ഈ ഒരു ഫാമിലി ലൈഫിലൊക്കെ നമ്മളെ കൗൺസിലിംഗ് വരുന്ന സമയത്ത് രണ്ട് കൂട്ടരും, ഭർത്താവിന്റെ ടീമുണ്ട്, ഭാര്യന്റെ ടീമുണ്ട്. അപ്പൊ രണ്ടുപേരും മിണ്ടാതിരിക്കും. അന്നപ്പോ എന്താണ്, ഇവര് തുടങ്ങട്ടെ എന്നുള്ള രണ്ടുപേരും. കാരണം ആരാണ് കൂടുതൽ എന്തെങ്കിലും പറയുന്നത് അതിനനുസരിച്ച് പ്രൊവോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, രണ്ടുപേരും മുഖത്തോട് നോക്കി മിണ്ടാതിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് വരികയാണെങ്കിൽ എന്താണ്, അപ്പോ നമുക്കൊരു അഡ്വാൻസ്ഡ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന ലെവലിൽ നിങ്ങൾ വെറുതെ വന്ന് മിണ്ടാതിരിക്കാൻ നല്ല, നിങ്ങൾ പോയിക്കോളൂ, പിരിച്ചു വിടുക എന്നുള്ളതാണ് ഈ തെറാപ്പിയിൽ പറയുന്നത്. പിരിച്ചു വിടുക എന്നുള്ളതാണ്. അന്ന് നിങ്ങൾ പോയിക്കോളൂ, തൽക്കാലം നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഒന്നും പറയാനില്ല. അപ്പോ വെറുതെ എന്തിനാണ് പറഞ്ഞത്, എന്റെ ടൈം വേസ്റ്റ് ആക്കണ്ട, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കണ്ട. അപ്പൊ എന്താണ്, നിങ്ങൾ ഏതായാലും ഒന്ന് പിരിച്ചു വിടുക എന്നുള്ളത് പിരിച്ചുവിടും. ഇനിയിപ്പോ നിങ്ങൾക്ക് ബന്ധം ഒഴിവാക്കുക എന്നുള്ള ആ ഒരു രണ്ടുപേർക്ക്, ആ കൂട്ടർക്ക് നിങ്ങൾക്ക് ഇതാണെങ്കിൽ ബന്ധം പിരിച്ചോളൂ, ഗവൺമെന്റുമായിട്ട് നിങ്ങൾക്ക്
അതിന്റെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്തോളൂ എന്ന് പറയും. പക്ഷെ ആ സമയത്ത് എന്താണ്, ആരെങ്കിലും ഒരാൾ വായതു ഞങ്ങൾ അതല്ല, ഞങ്ങൾക്ക് ബന്ധം മുന്നോട്ട് വേണം, ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരാൾ പറയുന്ന സാഹചര്യം വരികയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ IPT വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, അവിടെ IPT തുടങ്ങുന്ന സമയത്ത് എന്താണ്, ഇവർക്കിടയിലെ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ട് ഒരു അതിൽ എന്താണ് ഈ പെൺകുട്ടി എന്താണ് പറയണത്, ആൺകുട്ടി എന്താണ് പറയണത്, രണ്ടുപേരും കിട്ടിയിട്ട് പിന്നെ ഇതിൽ ആദ്യം സ്റ്റെപ്പ് സെപ്പറേറ്റ് നമ്മൾ കൗൺസിലിംഗ് ചെയ്യേണ്ടി വരും. ആ ചെയ്യുന്ന സമയത്ത് എന്താണ്, രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ നമുക്ക് അവരെ കുറ്റപ്പെടുത്താതെ നിങ്ങളുടെ കുറ്റം കൊണ്ടാണ് എന്നുള്ളത് പറയാതെ രണ്ടാളത്തെയും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം എന്താണ് ഇവർക്ക് പിന്നെ ഇവരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ ലൈഫിലുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ പറയുന്നത്. അതായത് പുതിയൊരു ജീവിതം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അവർക്ക് അതിന് ഭാഷയാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് പോവുകയാണ്, ഇങ്ങനെയൊക്കെയാണ് ലൈഫ്, ഇതൊക്കെയാണ് അതിന്റെ ഒരു ബ്യൂട്ടി, ഇതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർക്ക് എന്താണ് അവരുടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇമോഷൻസ്, അതായത് ഒരാൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് മറ്റേ ആൾക്കുള്ള ഇമോഷൻ ഇതാണ്, അതേപോലെ തന്നെ ഇയാൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഇയാൾക്കുള്ള ആ സമയത്തുള്ള സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയ ശേഷം രണ്ടാളുടെയും വികാരങ്ങൾ, ഇമോഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് പറയാം. അവരെ ആ സമയത്ത് മനസ്സിലാക്കി കൊടുക്കാം. ഇതാണ് ഈ രണ്ടാമത്തെ റോൾ ഡിസ്പ്യൂട്ടിൽ പറയുന്നത്. പിന്നെ മൂന്നാമത്തതായിട്ട് ഇന്റർപേഴ്സണൽ ഡിസ്പ്യൂട്ട് ആണ്, ഡെഫിസിറ്റ്. ഓക്കെ, അപ്പോ ഈ ഒരു സമയത്ത് ഇന്റർപേഴ്സണൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഈ മാറ്റത്തെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചകളാണ് ഈ ഒരു സെഷനിൽ കാണുന്നത്. കാരണം അവിടേക്ക് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് വരുന്ന സമയത്ത് അവരോട് ചോദിച്ചാൽ നിങ്ങളെ ഏതെങ്കിലും ടീം, അതായത് ഭാര്യ ടീമിനോട് ചോദിക്കാൻ നിങ്ങൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാണോ, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള ടീമിനോട് നമുക്ക് എന്താണ് നിങ്ങൾ ശരിക്കും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാണോ എന്നുള്ള ഒരു രീതിയിലേക്ക് അവരോട് നമുക്ക് നോക്കാം, അവരോട് ചോദിക്കാം. അപ്പൊ ഈ രണ്ടുപേരും വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്താണ് ഒരു സാധാരണ ഒരു ഫാമിലി തെറാപ്പി കൊടുത്തിട്ട്, കാരണം അവർ വില്ലിങ് അല്ല, രണ്ടുപേരും പിന്നെ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല എന്നുള്ള ഒരു രീതിക്കാകുമ്പോൾ നമുക്ക് അവിടെ ഈ ഒരു പ്രസക്തി IPT ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ രണ്ടാൾ കൊളാബറേറ്റ് സപ്പോർട്ടീവ് ആണെങ്കിൽ എന്താണ് നമുക്ക് അവിടെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഏരിയ നമ്മൾ പ്രധാനമായിട്ടും പിന്നെ ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഒരു എന്താണ് ജീവിത മാറ്റങ്ങൾ നേരിടുന്നതിനുള്ള ചില പ്രശ്നം, അതായത് എന്തൊക്കെയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത്, അത് അവരോട് തന്നെ ചോദിച്ചിട്ട്. കാരണം ചിലപ്പോൾ ഒരു പെൺകുട്ടിക്ക് ലൈഫിലാകുമ്പോൾ കുറെ പഠിക്കണം, ജോലിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ സാമ്പത്തികത്താണ് ഈ വീട്ടിൽ, ഭർത്താവിന്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ പിന്നെ പഴയ തറവാട്ടുകാരൊക്കെ ആയിരിക്കും. ഈ കുടുംബത്തിൽ നിന്ന് ആരും പിന്നെ ജോലിക്ക് ഇതുവരെ പോയിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമായിരിക്കും. അപ്പോൾ അതെന്താണ് ആ സിറ്റുവേഷനും ജനറേഷനൊക്കെ മനസ്സിൽ രണ്ട് ഫാമിലി പറഞ്ഞു കൊടുക്കുക. ഒരു കുട്ടി ഇങ്ങനെ പഠിച്ചിട്ടുള്ള കുട്ടിയാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്, ഇങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവരോട് പറഞ്ഞ് രണ്ടുപേർക്ക് എന്താണ് സൈക്കോ എഡ്യൂക്കേഷൻ ആ സമയത്ത് കൊടുത്തിട്ട് അവരെ പുതിയൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ഏതൊരു മേഖലയാണ് ബുദ്ധിമുട്ടുള്ളത് നമുക്ക് അറിയണം. എന്താണ് ബുദ്ധിമുട്ടുള്ളത്, ഇവർക്കൊരു റിലേഷൻഷിപ്പിലാണോ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കേസുകളിലാണോ നമ്മളെ മുമ്പിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ സോഷ്യൽ ഐസൊലേഷനുമായിട്ടുള്ള ബന്ധമാണോ, അല്ലെങ്കിൽ പിന്നെ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിക്ക് മുമ്പത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ആ റിലേഷൻഷിപ്പിന്റെ ഓർമ്മകൾ കാരണം പുതിയ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് എവിടെ നിന്നാണ് ഇവരെ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയണം. പിന്നെ അടുത്തത് റോൾ ട്രാൻസിഷൻ ആണ്. ഈ ഒരു പ്രധാന ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഇവരെ വന്നത് ഇവരെ ജീവിതത്തിൽ മാറ്റങ്ങൾ, ലൈഫ് ചേഞ്ചിൽ എന്തൊക്കെയാ മാറ്റം പറഞ്ഞത് തന്നെയാണ്, എങ്കിൽ പോലും ലൈഫ് ചേഞ്ചസ് എന്തൊക്കെയാ വേണ്ടത്. ഉദാഹരണം ഇതാദ്യം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് കഴിഞ്ഞ ഒരു 1.5 മാസമായി എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വിംബിൾ അക്കാദമിയുടെ കീഴിൽ തന്നെ എന്റെ CBT ബാച്ചിൽ തന്നെ ഫസ്റ്റ് സെക്കൻഡ് ബാച്ചിൽ ഒരാൾ എന്നോട് കോൺടാക്ട് ചെയ്തതാണ്. ആക്ച്വലി വിഷയം എന്ന് വെച്ചാൽ അവർക്ക് എന്നോട് പറഞ്ഞത് അവർക്ക് OCD ആണ്, പിന്നെ അതേപോലെ ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ കുട്ടിയുമായിട്ട് തീരെ അടുക്കുന്നില്ല എന്നുള്ള വിഷയമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവരുമായി സംസാരിച്ച് OCD ചില നോക്കിയപ്പോ ചെക്ക് ലിസ്റ്റ് ഒക്കെ ചില ലക്ഷണങ്ങൾ കണ്ടു OCD ഉണ്ട്. പക്ഷെ അത് അത്ര പെർഫെക്റ്റ് അല്ല. എനിക്ക് പിന്നെ ആങ്സൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആങ്സൈറ്റിന്റെ ചെറുതായിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് എന്താണ് മൊത്തത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആണ് ആള്. അപ്പോ ഈ ഒരു നമുക്ക് പ്രസന്റ്ലി കിട്ടിയ കംപ്ലൈന്റ് എന്താണ്, OCD, ഡിപ്രഷൻ, ആങ്സൈറ്റി ആണ്. പക്ഷെ നമ്മൾ ആ കേസിലേക്ക് ഇറങ്ങി സംസാരിച്ചപ്പോ ഇവർക്ക് ഏകദേശം 42 വയസ്സായി. അപ്പൊ ആ സമയത്ത് ഇവര് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കുട്ടി ഉണ്ടായതാണ്.
ഇവര് ഗർഭിണിയായി, കുട്ടി ജനിച്ചു, കുട്ടി ഫിസിക്കലി ആയി, കുട്ടി ഓക്കെ ആണ്, കുട്ടിക്ക് 3 മാസമായി. അപ്പോ ഈ കുട്ടിക്ക് ഇവരെ മെയിൻ പ്രശ്നം എന്താണ്? കുറേ മുമ്പ് ഇവര് കുറേ കളിയാക്കല്, കുറ്റപ്പെടുത്തലും, സ്വന്തം കുടുംബത്തിന്നും ഭർത്താവിന്റെ കുടുംബത്തിൽ ഒരുപാട് പ്രഷർ അനുഭവിച്ച. കാരണം എന്താണ്? നിനക്ക് കുട്ടി ജന്മം നൽകാനുള്ള ഭാഗ്യമില്ല. അങ്ങനെ നമുക്ക് സാധാരണ നിങ്ങൾ കേൾക്കാറുണ്ട്. അതേപോലെ പ്രശ്നങ്ങളൊക്കെ കേട്ട് ഇവരെ മനസ്സിൽ അങ്ങനെ എന്തോ ഒരു ദൈവഭാഗ്യം എന്ന കുട്ടി ജനിച്ചു. അതിനുശേഷം എന്താണ് ഇവർക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാല്, ഇവര് കുട്ടിയെ നോക്കാൻ അടുക്കുന്നില്ല എന്നാണ് വീട്ടുകാര് പറയുന്നത്. പക്ഷേ ശരിക്കുള്ള ഒരു അവിടെ വിഷയം എന്ന് വെച്ചാൽ എനിക്ക് അവര് സംസാരിച്ചത് എങ്ങനെയാണ് ഒരു കുട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത് എന്ന് ഇവർക്കറിയില്ല. കുട്ടി എങ്ങനെയാണ് നോക്കേണ്ടത്? അതേപോലെ തന്നെ ഒരു കുട്ടി എങ്ങനെയാണോ അങ്ങനെയുമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആണ്. കാരണം പല വീഡിയോയിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇയാൾക്ക് എക്സ്പീരിയൻസും ഇല്ല. വർഷങ്ങൾക്ക് ശേഷമാണ് 42-ാം വയസ്സിലാണ് കുട്ടി ജനിക്കുന്നത്. ആ ഒരു സങ്കടവും എല്ലാം കൂടി ആകുമ്പോൾ കുട്ടിയെ എങ്ങനെ നോക്കണ്ട അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയില്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരു കേസ് വന്ന സമയത്ത് എന്താണ് എനിക്ക് മനസ്സിലായി ഇതായത്. പിന്നീട് എന്താണ് ഒരു കൺഫ്യൂഷൻ വെച്ചിട്ടാണ് ഞാനും ഈ കേസിൽ ഇറങ്ങിപ്പെട്ടത്. പക്ഷെ ഞാൻ എന്താണ് ഈ കുട്ടിയെ നോക്കേണ്ട കാര്യങ്ങൾ ഒരു 1, 2, 3 സെഷൻ ഓൺലൈനിൽ ഇരുന്നിട്ടുള്ളൂ. അപ്പൊ ആ ഒരു സെഷൻ എന്താണ് കുട്ടിയുമായിട്ടുള്ള ഒരുപാട് വീഡിയോ കാര്യങ്ങൾ, ഒരു അമ്മയും കുട്ടിയുമായിട്ടുള്ള എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ടാകും, എങ്ങനെയൊക്കെ കുട്ടിയെ നോക്കാം, ഏതൊക്കെ ഏജ് എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാവും, ഇതുമായിട്ട് നമ്മൾ സൈക്കോളജി പഠിപ്പിക്കുമ്പോൾ തന്നെ ഒരു 3 സെഷൻ ഇരുന്ന് 1.5 മണിക്കൂറിന്റെ സെഷന്റെ ആളെ ഒക്കെ. കാരണം എന്താണ് ആ ഒരു മറ്റുള്ള ആളുകൾക്ക് എന്താണ് ഇവര് പറഞ്ഞത് OCD ആണ്, ആങ്സൈറ്റി ആണ്, ഡിപ്രഷൻ. കാണുന്ന ആളുകൾ സിംറ്റംസ് ഇതൊക്കെയാണെങ്കിൽ പോലും അവരെ ഉള്ളിലുള്ള ഒരു ആങ്സൈറ്റി എന്ന് പറയും, എന്റെ കുട്ടിയെ ഞാൻ എങ്ങനെ നോക്കും, ഞാൻ എങ്ങനെയാണ് കുട്ടിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഈ ഒരു IPT ഉപയോഗിച്ച സമയത്ത്, കാരണം എന്താ അവരെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവയുടെ പ്രശ്നങ്ങളുടെ ഏരിയ എന്താണ്? റിലേഷൻഷിപ്പ് ആണ്. ഒരു ബന്ധം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ ബന്ധങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് ആ കണക്റ്റഡ് ആയി കുട്ടീന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആളൊക്കെ ആയി. ആൾക്ക് OCD ഇല്ല, ആങ്സൈറ്റി ഇല്ല, ഡിപ്രഷനും ഇല്ല. അപ്പോ ഇപ്പൊ ആൾ ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ അതിന്റെ ഈ IPT മോഡൽ നമ്മൾ ഒരു തെറാപ്പി സെഷൻ കൊടുക്കുന്ന സമയത്ത് എന്താണ് അതിന്റെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, അതിന്റെ ഉള്ളിലേക്ക് അയാളെ പ്രശ്നത്തിന്റെ മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നുള്ളതാണ്. പിന്നെ ഇതുമായിട്ട് നോക്കുമ്പോൾ ഈ ഒരു IPT-യിലേക്ക് നമ്മൾ വരുമ്പോൾ പിന്നെ പലതരത്തിലുള്ള ഒരു എന്താണ് പരിമിതമായിട്ടുള്ള ഒരു സാമൂഹിക ബന്ധങ്ങൾ ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പോ ആ ഒരു ഏരിയയിൽ, അതായത് സോഷ്യലുമായിട്ടുള്ള ആളുകൾ അവർക്ക് എന്താണ് ചിലപ്പോ ചുറ്റുപാട് ചിലപ്പോൾ ആളുകൾക്ക് ഫ്രണ്ട് സർക്കിൾ കുറവായിരിക്കും. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ഷൻ കുറവായിരിക്കും. ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വരുമ്പോൾ അവര് എത്രത്തോളം ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ അവർ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്കൊന്നും എന്താണ് പിന്നെ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഏറ്റവും ഉദാഹരണം പറയുന്നത് സാധാരണ ഒരു ഫ്രണ്ട് സർക്കിൾ ഇരിക്കുമ്പോൾ 3, 4, 5 പേര് നിൽക്കുന്ന 3 പേര് മാറി നിൽക്കുന്നു, ഒരാൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. അപ്പൊ അവനെന്താണ് ചിലപ്പോൾ ഫ്രണ്ട്സ് സംസാരിക്കുന്നുണ്ടാവും, ഓക്കെ ആണെങ്കിൽ പോലും കൂടുതലായി ആ ഫ്രണ്ട് സർക്കിളിലേക്ക് ഇയാൾക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ആ സോഷ്യൽ ആങ്സൈറ്റിയുമായിട്ടുള്ള ബന്ധപ്പെട്ട്. അപ്പൊ അവിടെ റോൾ പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കും. റോൾ പ്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫ്രണ്ട് സർക്കിളുമായിട്ടുള്ള ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്, ആളുകൾക്ക് എങ്ങനെയാണ് പെരുമാറേണ്ട രീതി, ഇതൊക്കെ ഈ തെറാപ്പിയിൽ നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പ്രധാനമായിട്ടൊരു ഫാക്ടറി എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു രീതിയിലേക്ക് വെച്ച് പോകുമ്പോൾ കൗൺസിലറും ക്ലയന്റും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അപ്പോ ഈ ക്ലയന്റും റിലേഷൻഷിപ്പും എന്ന് പറയുന്നത് സാധാരണ റാപ്പോ ബിൽഡപ്പിലെ പോലെയല്ല. കാരണം ഇപ്പോ ഈ സാധാരണ നമ്മൾ നാടൻ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ മതി. അല്ലാതെ മറ്റേതുപോലെ തന്നെ അവര് പൂർണ്ണമായും കേട്ടതിന് ശേഷം നോളജ് ജഡ്ജ്മെന്റ് ആയി സംസാരിക്കുക, അങ്ങനത്തെ ഡീപ്പ് ലെവലിലേക്ക് ഒന്നും പോകണ്ട. ക്ലയന്റ് നമ്മളെ മുമ്പിൽ വരുന്നു, അയാൾക്ക് അയക്കാൻ എന്താണ് ഇവിടെയാണ് ഇങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് തുറന്നിട്ട് ആളെ ഒരു ടെൻഷൻ ലെവലിൽ ഒരു റിലാക്സ് ആയി കൊടുത്തിട്ട് സംസാരത്തിലൂടെ നമുക്ക് റിലാക്സ് ആക്കാൻ പറ്റും. അയാളെ ഇപ്പൊ നിലവിലുള്ള പാസ്റ്റ് എക്സ്പീരിയൻസും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതൊക്കെ നമുക്ക് അവരുമായിട്ട് നമുക്ക് സംസാരിക്കുക. പിന്നെ അതേപോലെ തന്നെ എത്രത്തോളം ആളുകൾ ഈ ഒരു ചിലപ്പോൾ ഡിപ്രസീവ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ മുമ്പിൽ വരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ അയാളുമായിട്ട് ഒന്നും ചെയ്യാനും പറ്റില്ലെങ്കിൽ പോലും അയാൾ നോർമൽ ആയിട്ട് സംസാരിച്ചിട്ട് അയാൾക്ക് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ജേർണൽ എഴുതിക്കുക, അല്ലെങ്കിൽ
മറ്റൊരു സ്റ്റോറി ഇനിയിപ്പോ ആംഗ്യ ഭാഷയിൽ കൂടെ ഒക്കെ സംസാരിക്കുക എന്ന് പറയുന്നുണ്ട് കൗൺസിലിംഗിൽ. കാരണം നമുക്ക് അയാളോട് പറയാം നിങ്ങൾ ആംഗ്യ ഭാഷയിൽ കൂടെ കാണിച്ചാൽ മതി, എനിക്ക് മനസ്സിലാവും. പക്ഷെ നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും എന്താണ്, അപ്പൊ ആ കാണിക്കുന്ന സമയത്ത് എന്താണ്, ഓ നിങ്ങൾ അതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന ചോദ്യം നമ്മൾ അവരോട് ചോദിക്കുന്ന സമയത്ത് എന്താണ്, ചിലപ്പോൾ അവര് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണെന്നുള്ളത് വായ കൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ തന്നെ എന്താണ്, നമ്മൾ പ്രധാനമായിട്ടും IPT സൈക്കോ ഡൈനാമിക്കിന്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. കാരണം അവരെ അൺകോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെ കിടക്കുന്നുണ്ട്, അതായത് തെറ്റായിട്ടുള്ള ധാരണകൾ എന്തൊക്കെയാണ്. അതായത് ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ അയാളോട് മിണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ അയാളും ചിന്തിക്കണം, അല്ലെങ്കിൽ ഞാൻ പറയും പോലെ എന്റെ വീട്ടുകാർ കേൾക്കണം, എന്റെ ഒരു പാർട്ണർ ഞാൻ പറയും പോലെ അനുസരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കും അവരെ അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുക. അപ്പൊ അനക്ക് ചെറുപ്പത്തിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് വളർന്നൊരു ഫാമിലി എന്നുള്ളൊരു ആള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അയാൾ കല്യാണം കഴിച്ചതിന് ശേഷം എന്താ ഉണ്ടാവുക, അയാൾക്ക് ഒരു പുതിയതായിട്ട് ഒരു പാർട്ണറെ കിട്ടി. അതപ്പോ എന്താണ്, പണ്ട് അച്ഛൻ നല്ല എന്താണ് ചീത്ത പറഞ്ഞൊക്കെ വളർത്തിട്ട ഒരാളാണെങ്കിൽ ആ ഫാമിലിയിലേക്ക് സംഭവിക്കുക എന്താണ്, ഈ ഭാര്യനെ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ ഉപദ്രവം ഉണ്ടാവും, ചിലപ്പോൾ ടോക്സിക് ആവും, പലതരത്തിലുള്ള പീഡനവും ആ ഫാമിലിയിൽ നടക്കും. ചിലപ്പോൾ എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കും, എന്താണ് എല്ലാത്തിനും ഭാര്യനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാൾ. ഇത് രണ്ട് സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ എന്താണ്, അവരെ അൺകോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെയാണ് നിലവിൽ കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ അത് അറിയാൻ കഴിയണം. പിന്നെ അതേപോലെ തന്നെയാണ് എസ്റ്റാബ്ലിഷ് റാപ്പോർട്ട്, നല്ലൊരു റാപ്പോർട്ട് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എന്താണ്, അവരെ ഈ സംസാരം തന്നെയാണ്. പിന്നെ അവർക്ക് ആ സമയത്ത് എന്തെങ്കിലും ഫിസിക്കലി ആയിട്ട് എന്തെങ്കിലും അസുഖം നമ്മളെ മുമ്പിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും ഫിസിക്കലി ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ മുമ്പ് ഏതെങ്കിലും സൈക്കാട്രിക് ഡയഗ്നോസിസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ, പിന്നെ നിലവിൽ എന്താണ് അവരെ കൂടെ ആരാ വന്നിട്ടുള്ളത്, പിന്നെ അവരെ ഈ സോഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, ഇപ്പൊ കറന്റ് എത്രത്തോളം അവർ സ്ട്രെസ് ലെവൽ ഉണ്ട്, ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ഫസ്റ്റ് സെഷനിൽ തന്നെ എന്താണ് ആ റാപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചോദിച്ചറിയാം. അല്ലാണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരെ ഡയഗ്നോസ് ചെയ്ത് ഏതെങ്കിലും ലെവലിൽ കാണിച്ചിട്ടുണ്ടോ നമുക്ക് ചോദിക്കാം. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ചോദിച്ചറിയാം. പക്ഷെ മറ്റുള്ള തെറാപ്പികളെ അപേക്ഷിച്ച് എന്താണ്, നമ്മളൊരു മോഡൽ ഉണ്ടാക്കിയിട്ട് ആ മോഡൽ ബേസ് വെച്ചിട്ടാണ് ഒരു ഡയഗ്നോസിലേക്ക് പോവുക. പക്ഷെ ഇതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ തെറാപ്പിയാണിത്. അപ്പൊ ആ തെറാപ്പിക്ക് എന്താണ്, പരമാവധി എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ പരമാവധി വീട്ടിലേക്ക് ഒരു അസൈൻമെന്റ് എന്ന ലെവലിലേക്ക് കൊടുക്കുക എന്നുള്ളത് ജേണൽ എഴുതാണ്. കൂടുതലായിട്ടൊന്നും ആക്ടിവിറ്റീസ് തെറാപ്പി കൊടുക്കൂല. കാരണം എപ്പോഴാണ് ചിന്താഗതിയിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്, ആ ഒരു വ്യതിയാനം എന്താണ് പേപ്പറിലേക്ക് പകർത്തി നമുക്ക് അയക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു സ്റ്റേജ് ആണ് ഇതിന്റെ IPCന്റെ ഒരു IPCക്ക് ഇന്റർപേഴ്സണൽ കൗൺസിലിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, അസസ്മെന്റ് കൊടുക്കുക എന്നുള്ളത്. ട്രീറ്റ്മെന്റിൽ അല്ലാതെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ പരമാവധി വീട്ടിലെ അയാളെ ക്ലയന്റിന്റെ ആളുകളുമായിട്ടുള്ള എത്രത്തോളം ഒരു കോണ്ടാക്ട് നമ്പർ നമ്മൾ വാങ്ങിയിട്ട് അവരുമായിട്ട് എന്താണ് ഇവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള അവരുടെ ലൈഫിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അവർ കൂടി പറഞ്ഞിട്ട് മാത്രം എന്താണ് പറ്റും. പക്ഷെ ഇപ്പൊ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ള, പ്രത്യേകിച്ച് MPD ഒക്കെ ആണെങ്കിൽ അയാൾക്ക് നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൂടെ ഉള്ള ആളുകൾ ആരെങ്കിലും വേണ്ടി വരും. എന്തെങ്കിലും അയാൾ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളും വീട്ടിൽ ഇപ്പൊ എന്താണ് ഈ പറയുന്ന ഈ ജേണൽ എഴുതുന്ന കാര്യങ്ങൾ ആണെങ്കിൽ പോലും അയാൾ അവിടെ നിന്ന് എഴുതുന്നുണ്ടോ, അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് പരമാവധി നമുക്ക് ചോദിക്കാം. പിന്നെ നിലവിൽ എന്താണ് അയാൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്രസന്റ്ലി നമ്മൾ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്, ആ പ്രോബ്ലം എത്രത്തോളം നിലനിൽക്കുന്നുണ്ട്, അതിന്റെ സിംറ്റംസിന്റെ ഡ്യൂറേഷൻ എത്രയാണ്, അത് എത്ര റിലേഷൻഷിപ്പിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ആളുകൾ ഒക്കെ എന്താണ് ആ ഏരിയക്ക് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഒരു പേഴ്സണാലിറ്റിന്റെ, ഞാനിപ്പോ ഇത് മാത്രമാണ് പറയുന്നത്, പേഴ്സണാലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ഈ ഒരു ചാർട്ട്. അതായത് ഈ ഒരു എന്താണ് പറയാ, ഈ ഒരു മോഡൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഒരു മോഡലാണ്. അപ്പോ ഇതില് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഡൊമിനൻസ്, ഈ ഒരു ജസ്റ്റ് ഒരു ചാർട്ടിൽ ഈ ഒരു പിക്ചറിലേക്ക് നിങ്ങൾ എല്ലാവരും നോക്കുക. അപ്പോൾ ഇതിൽ നാർസിസിക് ആൻഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കും ആന്റി സോഷ്യൽ ഡിസോർഡറിലേക്കും വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഡൊമിനൻസ് ആൻഡ് സബ്മിഷൻസ് ആണ് വരുന്നത്. അതായത് ഈ ഡൊമിനൻസിന്റെ മുകളിൽ കാണുന്ന സബ്മിഷൻ ഒരുമിച്ച് വരും. ഒരുമിച്ച് വരിക എന്ന് വെച്ചാൽ അതായത് ബന്ധങ്ങളിൽ എത്രത്തോളം പേര് ഉറച്ചു നിൽക്കുന്നു. ചില പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരുന്ന എന്താണ്, അതിന്റെ സിംറ്റം മെയിൻ ആയിട്ട് അവർക്ക് എന്താ, ബന്ധങ്ങൾ റിലേഷൻഷിപ്പ് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താണ്, മറ്റുള്ളവരെ പരമാവധി ഉപദ്രവിക്കുക, എങ്ങനെയൊക്കെയോ ഒരു മറ്റുള്ള വീട്ടിലെ, നിങ്ങൾക്ക് അറിയാലോ NPDന്റെ ലക്ഷണം എന്തൊക്കെയാണ്, പലതരത്തിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു ഏരിയ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ ആന്റി സോഷ്യലിലേക്ക് വരുന്ന സമയത്ത് എന്താണ്,
ഇവർക്ക് എന്താണ് മറ്റുള്ള സോഷ്യൽ ആയിട്ടുള്ള ഉപദ്രവിക്കുക, പുറമെ ആളുകളെ ഉപദ്രവിക്കുക. ഇങ്ങനെ ഈ സമയത്ത് എന്താണ് ഇവര് നമുക്ക് ഈ രണ്ട് ടീമിനെയും ആന്റി സോഷ്യലും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഒരേ രീതിയിൽ നമുക്ക് ഇവര് ഈ ഒരു IPT നമ്മൾ എങ്ങനെയാണ് ഇവര് ബന്ധങ്ങളിൽ എത്രത്തോളം ഉറച്ചു നിൽക്കുന്നു എന്ന് നോക്കുക. കാരണം ഈ NPDയും ആന്റി സോഷ്യലും ഒരുമിച്ച് വരുന്ന സമയത്ത് രണ്ടാൾക്ക് ചിലപ്പോ ഈ രണ്ട് പേഴ്സണാലിറ്റി ഡൊമിനൻസും സബ്മിഷനും കൊടുക്കുകയാണെങ്കിൽ ഇവര് ബന്ധത്തിൽ എത്രത്തോളം മൂല്യം നൽകുന്നുണ്ട്. ചിലപ്പോ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാളുടെ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് അത് മതി. അയാളെ വെച്ചിട്ട് എന്താണ് ബന്ധത്തിലെ റിലേഷൻഷിപ്പ് കൂടുതലാക്കി ഇവരോട് പറഞ്ഞു കൊടുക്കുക. അതേ സമയത്ത് പിന്നെ അടുത്തത് എന്താണ് പിന്നെ ഈ ഒരു ഡൊമിനൻസും സബ്മിഷനും തിരിച്ചു വരുന്ന സമയത്ത് എന്താണ് കോൾഡ് ഹേർട്ട്നെസ്സും ആൻഡ് സബ്മിഷനും ഒരുമിച്ചാണ് വരുന്നത്. അതെന്താണ് ഷിസോയിഡ് അവോയ്ഡന്റ് പേഴ്സണാലിറ്റിയിലാണ് വരുന്നത്. അത് വെച്ചാല് പിന്നെ ഈ ഒരു അതുപോലെ തന്നെ ഹിസ്ട്രിയോണിക് ഇതൊക്കെ ഒരുമിച്ച് വരുന്ന സാധനം. അപ്പൊ ഇതിലെന്താണ് നാടകീയമായ ആളുകളെ ഡ്രമാറ്റിക് ആയിട്ട് എന്താണ് പിന്നെ ഉപദ്രവിക്കുക, മാനിപ്പുലേഷൻ ഉണ്ടാക്കുക, അങ്ങനത്തെ പലതരത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്താണ് ഇവരെന്താണ് പെരുമാറ്റ രീതി എത്രത്തോളം ഉണ്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കുക. ഈ IPT ആണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷിസോയിഡ് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി പിന്നെ അതുപോലെ തന്നെ ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഇവർ തമ്മിൽ എന്താണ് ഇവര് പെരുമാറ്റത്തിൽ എത്രത്തോളം നമ്മളോട് കാണിക്കുന്നുണ്ട്, ഇവരുടെ കൂടെയുള്ള ആളുകളോട് പെരുമാറ്റത്തുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അന്നിപ്പോ ആ സമയത്ത് ഈ ബന്ധത്തിന്റെ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഏകദേശം ഒരു IPT ഒക്കെ അവിടെ ചെയ്യാം. അതേ സമയത്ത് ഒരു ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റിക്ക് വരുമ്പോ എന്താണ് ഡൊമിനൻസ് ആൻഡ് നർച്ചുറൻസ് ആണ് ഒരുമിച്ച് വരിക. ആ ഡൊമിനൻസ് എന്ന് പറയുന്നത് അവിടെ ഒരു ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പല കേസുകളും ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി വരുന്ന സമയത്ത് മറ്റുള്ള ആശ്രയിക്കുന്ന ആളാണ് കൂടുതൽ. അതിപ്പോ എന്താണ് ഈ ആധിപത്യ പരമാവധി ഒന്ന് ഒഴിവാക്കി കൊടുത്തിട്ട് എന്താണ് അവർക്ക് എന്താണ് ഏകദേശം എന്താണ് ഇന്നതാണ് ഒരു വ്യക്തി, നിങ്ങൾക്ക് എത്രത്തോളം മുന്നോട്ട് പോകും, നിങ്ങൾക്ക് സ്വയമായിട്ട് സിറ്റുവേഷനിൽ ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആ ഒരു ഏരിയയിൽ പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഏകദേശം ഒരു ഒരു കൺഫ്യൂഷൻ ആണ് എന്നൊക്കെ പോലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. കാരണം ഈ ഓരോന്നിന്റെയും സിംറ്റംസുകൾ പഠിക്കുക, എന്നിട്ട് എന്താണ് ഡൊമിനൻസ് എന്താണെന്ന് പറയുക. ഡൊമിനൻസ് എന്ന് പറയുന്ന ഒരു ആധിപത്യം ഉണ്ടാകുക, ഒരു സബ്മിഷൻ എന്ന് പറയുന്ന ഒരു വിധേയത്വം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ്. പിന്നെ അതേപോലെ തന്നെ കോൾഡ് ഹേർട്ട്നെസ് എന്ന് പറയുന്നത് എന്താണ് സാധാരണ ഒരു എന്താണ് നിഷ്കളങ്കൻ എന്നൊക്കെ പറയാറില്ലേ, നിഷ്കളങ്കൻ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലത്തെ ഇതാണ് ഒരു ഇന്റർപേഴ്സണൽ IPTന്റെ ശരിക്കുള്ള ഒരു തെറാപ്പി സെഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു ടൈം ലിമിറ്റഡ് തെറാപ്പിയാണ്. മിനിമം ഒരു സെഷൻ എന്ന് പറയുന്നത് ഒരു 6 സെഷൻ വരെ അപ്പൊ എന്താ പറഞ്ഞു? ഒരു 6 സെഷൻ. ഓക്കെ, പിന്നെ ഓക്കെ. അപ്പൊ ഒരു മിനിമം ഒരു മാക്സിമം പോവാണ് ഇന്റർപേഴ്സണൽ തെറാപ്പിക്ക് ഒരു 6 സെഷൻ പോകാം എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഒരു ഫാമിലി ലൈഫിൽ ഇതേപോലെ തന്നെ അവരെ ഫാമിലി ലൈഫിലൊക്കെ ആണെങ്കിൽ അവർ റിലേഷൻഷിപ്പ് ഫോക്കസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് സോഷ്യൽ ഇന്ററാക്ട് ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ പരമാവധി എത്രത്തോളം സോഷ്യലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുള്ളത് നോക്കുക. പിന്നെ ഡിപ്രസീവ് ആയിട്ടുള്ള ആളുകൾ എന്താണ് എത്രത്തോളം അവര് ഒറ്റപ്പെട്ട് ജീവിക്കുന്നു, അതനുസരിച്ച് എന്താണ് അവർക്ക് എന്താ ഇമ്പ്രൂവ്മെന്റ് മറ്റുള്ള മേഖലയിലേക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി കൊടുക്കുക. അതനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായി കൊടുക്കുക. പിന്നെ ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എത്രത്തോളം എന്താണ് ഇവർ ഏത് മേഖല പ്രശ്നം ഉണ്ടാക്കുന്ന ആ പ്രശ്നബാധിത മേഖല നമുക്കൊരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്ത് അതിന്റെ എക്സ്പെക്ടേഷനും ഫീലിങ്സും അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഫാമിലി റൂൾസിനെ പറ്റി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഫെസിലിറ്റേഷൻ അതായത് സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ ഒരു തെറാപ്പി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും നമുക്കൊരു ക്വസ്റ്റ്യൻസുകൾ ഒരുപാടുണ്ട്. വേണമെങ്കിൽ നമ്മൾ സോക്രാറ്റിക് ക്വസ്റ്റ്യൻസ് പോലെ പിന്നെ ഇവരോട് നമുക്ക് ചോദിക്കാം. ഒറ്റ മിനിറ്റ്. ഓക്കെ, നമുക്ക് സാധാരണയായിട്ട് എല്ലാ ഇതിലും സോക്രാറ്റിക് ക്വസ്റ്റ്യൻ പോലെ മാജിക് ക്വസ്റ്റ്യൻ സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിലും അതേപോലെ തന്നെ ഉണ്ട്. അപ്പൊ ഒരു ഫാമിലി ലൈഫിലൊക്കെ വരുന്ന കേസുകളാണെങ്കിൽ അപ്പോ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ അവരോട് സിമ്പിൾ ആയിട്ട് ചോദിക്കാം. പിന്നെ നിങ്ങളും ആ വ്യക്തിയോ അതായത് നിങ്ങളെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്നതാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയം അല്ലെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ നിമിഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ആ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ എന്തൊക്കെയാണ് കടന്നു വരുന്നത് എന്നുള്ള ചോദ്യം അവരോട് ചോദിക്കുക.
അതേപോലെ തന്നെ അവരുമായിട്ട് നിങ്ങളെ ഭാഗത്തുനിന്ന് പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആളുടെ ഒരു അവർക്കുള്ള കമന്റ്, അവർ ആ സമയത്ത് എന്ത് സൊല്യൂഷൻ ആണ് എടുക്കുന്നത് എന്നുള്ളത്. ചിലപ്പോ പല കേസുകളിൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹം ഉണ്ടാവും, ചിലപ്പോ ഭർത്താവിന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള കേസുകളാണ്. അപ്പൊ രണ്ടുപേരും ഒരേ സമയത്ത് എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ആരാണ് കൂടുതൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ആരാ കൂടുതൽ, അത് നമുക്ക് അറിയാം. അതേപോലെ സമയത്ത് ചില കേസുകളിൽ പറയും, അയാള് പറഞ്ഞു എന്നോട് വളരെ മോശമായിട്ട് പറഞ്ഞ സമയത്ത് എനിക്ക് മാനസികമായിട്ട് വളരെ വിഷമമുണ്ടായി. ആ വിഷമം ഉണ്ടായി എന്ന് പറയുമ്പോൾ അവരോട് ചോദിക്കുക, നിങ്ങൾ അത് എത്രത്തോളം അത് വിഷമിച്ചു, ആ വിഷമം പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ആരോട് ഷെയർ ചെയ്തിരുന്നു, നിങ്ങൾ ആ ഭർത്താവിനോട് പിന്നീട് അത് മറ്റ് നോർമൽ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ അത് പറഞ്ഞിരുന്നോ എന്നൊക്കെ. പിന്നെ അതേപോലെ നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് പ്രതികരിക്കാറുണ്ടാകുന്നത്? പ്രത്യേകിച്ച് നമ്മൾ ഈ IPT എന്ന് പറയുന്ന ഫാമിലി കേസുകളിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് നിങ്ങൾ അവിടെ പരിഹാരങ്ങൾ കാണുന്നത്, എങ്ങനെയാണ് അത് പരിഹാരം കാണാറ്, പിന്നെ ഏത് രീതിയിൽ നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നുണ്ട്, പിന്നെ മറ്റുള്ളവരുമായിട്ടുള്ള നിങ്ങൾ ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ, അതായത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങളെ പ്രശ്നമല്ലാത്ത ഒരു സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു ലൈഫ് നല്ലൊരു പ്രത്യേകത ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എമോഷൻസുകൾ, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷൻസുകൾ ഉണ്ട്, അതൊക്കെ നിങ്ങൾ പ്രകടിപ്പിക്കാൻ നിങ്ങളെ പാർട്ട്ണർ എന്നെങ്കിലും അനുവാദം തന്നിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്നും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയാണ്, എന്നാണ് തുടങ്ങിയിട്ടുള്ളത്, എപ്പോഴാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് എന്നൊക്കെ അതൊക്കെ നമുക്ക് ചോദിച്ചിട്ട് കാരണം ഈ ഒരു സിമ്പിൾ ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നത്, അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ആ സിറ്റുവേഷൻ എന്താണെന്നനുസരിച്ച് നിങ്ങൾ അത് കാര്യങ്ങൾ ചോദിക്കുന്ന നിങ്ങൾക്കറിയാം, കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾക്കറിയാം ഫാമിലി ലൈഫ് ആ സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് അവരോട് ചോദിക്കാനുള്ളത്. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ എന്തൊക്കെ ചോദിച്ചാൽ പോലും അവരെ ഉള്ളിലെ പ്രശ്നങ്ങൾ, അവിടെ ഏരിയയിൽ എവിടെയാ കിടക്കുന്ന ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ അവരെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ചിലപ്പോ കുറച്ച് ഒരു 3 or 2 സെഷൻ മതിയാവും, സംസാരത്തിൽ തന്നെ ഏകദേശം ഓക്കെ ആണെങ്കിൽ. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ഫാമിലീസ്, അതായത് അവരുടെ ചുറ്റുപാടുള്ള ആളുകൾ ഇടപെടുമ്പോൾ അത് വഷളാവുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ അത് നോക്കണം. എന്നാൽ മാത്രമേ അതിന്റെ റിസൾട്ട് ഉണ്ടാവും. കാരണം ഈ രണ്ട് കൂട്ടരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പറയും. അപ്പോ ചിലപ്പോ ഈ കുട്ടിക്കും ആൺകുട്ടിക്ക് ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ചിലപ്പോ ഈ കുട്ടിക്ക് പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ അറിയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റൂ, തിരിച്ച് ഓപ്പോസിറ്റും അങ്ങനെ ആയിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ തൽക്കാലം ആ പുറത്തുള്ള ആളുകളെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് 1 or 2 സെഷൻ ഇവർക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ട് 3ാമത്തെ സെഷനിൽ ഫാമിലിന്റെ ഒരു ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ ഉണ്ടാക്കാം. എല്ലാവരും കൂടെ വേണം, എന്നാൽ മാത്രമേ ഇത് ആവും എന്നുള്ള രണ്ടുപേരെ മനസ്സിലാക്കി രണ്ടു കൂട്ടർക്കും നല്ലൊരു അഡ്വൈസ് കൊടുത്ത് ഒരു നല്ലൊരു സെഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ IPTന്റെ ഒരു ഉദ്ദേശം. ഓക്കെ, ഞാൻ ഒക്കെ കുറേ ആയിട്ടാ പറഞ്ഞത്, എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ. സൈക്കോ തെറാപ്പിയിലെ എല്ലാ തെറാപ്പികളും CBTയിലാണെങ്കിലും DBTയിലൊക്കെ IPTയിൽ മിക്സഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയ. അത് പഠിച്ചവർക്കറിയാം എങ്ങനെയാ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ ഡിസ്കഷൻ ആവാം, ചോദ്യങ്ങൾ ചോദിക്കാം. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ, എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. പറഞ്ഞോളൂ, എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടെ മനസ്സിലായിട്ടുള്ളത്? ഇത് ഏത് കേസിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ CBT അപ്ലൈ ചെയ്യുന്ന പോലെ? അതെ, പക്ഷെ CBT ഉപയോഗിക്കുന്നതിന്റെ കൂടെ ആഡ് ചെയ്യണം. എങ്ങനെ? അതായത് CBT ഇപ്പൊ നമ്മൾ ഒരു മോഡൽ വെച്ച CBTയുടെ പ്രശ്നബാധിത മേഖലയിലേക്ക് പോവല്ലേ. അതായത് ഇയാളെ ചൈൽഡ്ഹുഡിലെ പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ച് പോരുന്ന സമയത്ത് അപ്പോ അതിന്റെ ഇടയ്ക്ക് ഇയാളെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ആ വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ അയാളൊന്ന് ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടിയും എൻകറേജ്മെന്റ് ചെയ്യും അയാളെ ഉള്ളിൽ കിടക്കുന്നത്. അതായത് ചിലപ്പോൾ CBT ഒക്കെ പ്രധാനമായിട്ട് അയാളെ മനസ്സിലെ പ്രശ്നങ്ങളാണെങ്കിൽ വ്യക്തിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല.
അയാളെ ചുറ്റുപാടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അയാളുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസുകളും ഒക്കെ നമ്മൾ പെട്ടെന്ന് പരിഹാരം കാണും. പക്ഷെ ഏതൊക്കെ പൂർണ്ണമായിട്ടൊന്ന് മാറിയിട്ട് അയാൾ പുറത്തേക്ക് എങ്ങനെയെങ്കിൽ IPT അതിൽ ഉപയോഗിക്കുന്ന അയാൾ അൺകോൺഷ്യസ് മൈൻഡിൽ അയാളെ കുറിച്ചിട്ട് ഒരു ധാരണ അയാൾക്ക് ഉണ്ടാവും. ആ ധാരണയാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നത് ഈ ഒരു തെറാപ്പിയിലൂടെ. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ അവരുടെ ഒരു ഇപ്പോ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അതെങ്ങനെ എടുക്കാൻ കഴിയും? അത് അവരെ ഇമോഷൻസുകൾ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കാരണം ഒരു ഫാമിലി ലൈഫിൽ പ്രശ്നമായിട്ട് ഒരു പെൺകുട്ടി നിങ്ങളെ മുമ്പിൽ എനിക്ക് ഇനി സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഡിവോഴ്സ് വേണം എന്നുള്ള വരുന്ന പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി ഡിവോഴ്സിലേക്ക് എത്രത്തോളം എത്തി, എന്തൊക്കെ പ്രശ്നങ്ങൾ അത് അനുഭവിച്ചു എന്നാണ് പൂർണ്ണമായിട്ട് ചോദിച്ചറിയാം നമ്മൾ. ആ ചോദിച്ചറിയുന്ന പറഞ്ഞു കഴിയുമ്പോൾ തന്നെ കുട്ടിക്ക് ഏകദേശം നോർമൽ ആയിട്ടുണ്ടാവും. പിന്നെ അതെന്താണ് അതിനെ വെച്ചിട്ട് അത് റിയലൈസ് ചെയ്യാം. അതായത് കുട്ടീന്റെ പാർട്ട്ണർ ഓപ്പോസിറ്റ് ഉണ്ടാവുമല്ലോ ഒരാള്, അയാളോട് ചോദിക്കുക ഇന്ന പ്രശ്നങ്ങൾ അത് സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കുടുംബത്തിൽ ഈ കുട്ടി എത്രത്തോളം പിന്നെ സഹിച്ചിട്ടുണ്ട്, അത് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്. കാരണം കുട്ടിക്ക് ഡൈവോഴ്സ് ആയിരിക്കില്ല അവിടെ വേണ്ടത്, എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരാളാണെങ്കിൽ എന്താണ് അത് റിയലൈസ് ചെയ്തു ആ കുട്ടീന്റെ ഇമോഷന് പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതെന്താണ് ആ പ്രശ്നബാധിത ഏരിയ, അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള ഗ്രീഫ്, ആ പ്രശ്നബാധിത ഏരിയ ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്യും. എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? ചിലപ്പോൾ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നാണോ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണോ, അല്ലെങ്കിൽ മറ്റുള്ള സിറ്റുവേഷനിൽ നിന്നാണോ, ഇനിയിപ്പോ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ വന്നുണ്ടാക്കുകയാണോ, അതൊക്കെ എവിടെ നിന്നാണ് ഈ പ്രശ്നബാധിത ഏരിയ നമ്മളൊന്ന് മനസ്സിലാക്കുക. ആ ഏരിയ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവർക്ക് അതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ അതെങ്ങനെയാണ് അവർക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കല്? ആ പോസിറ്റീവ് കാര്യം ഏതിലാണ് അവർക്ക് ആവശ്യം വെച്ചപ്പോ ഈ ഫാമിലി ലൈഫിലെ ഫാമിലി കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ എത്രത്തോളം നല്ല ഫാമിലി ആയിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഫാമിലിയുടെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു, അത് പോസിറ്റീവാണ്. ഇനിയിപ്പോ കുട്ടികളുമായിട്ടുള്ള കുട്ടികൾ ഫാമിലി കുട്ടികൾ വന്നുണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികൾ നല്ലൊരു ലൈഫാവും നിങ്ങൾ മുന്നിൽ പോയ. ഇപ്പൊ ജോലിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരാളെ ആ ജോലിയുടെ പ്രൊമോഷന്റെയും കാര്യങ്ങളും, നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ആ ജോലിയുടെ ബുദ്ധിമുട്ടുകളൊന്ന് മാറ്റി നിങ്ങൾ ഇങ്ങനെ വഴി മാറി ചിന്തിക്കുക, വഴി മാറി ചിന്ത ആ ജോലിക്ക് എന്തൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമുക്ക് അത് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് പരമാവധി ചെയ്തു കൊടുക്കുക. പിന്നെ ഈ ഫാമിലി ലൈഫിൽ വരുമ്പോൾ ഒരു മൊത്തം ഫാമിലിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഇനി ഇതുമായിട്ട് ആർക്കെങ്കിലും സാറേ ഈ റോൾ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാൻ പറ്റുമോ? എങ്ങനെ? റോൾ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞില്ലേ? ആ, റോൾ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ പരമാവധി എന്താണ് അവരെ ഒരു ലൈഫിൽ ചിലപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്കത് റോൾസ് ആയിട്ട് എന്തെങ്കിലും എന്താണ് ചിലപ്പോ അവരെ ഏരിയയില് നമ്മൾ ചിലപ്പോ റോൾ ഡിസ്പ്യൂട്ട് തർക്കങ്ങൾ ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് ഫാമിലി ലൈഫിലൊക്കെ ആണെങ്കിൽ തർക്കങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവും. അപ്പൊ ആ തർക്കങ്ങൾ എന്തിനാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ നോക്കുക. എന്നിട്ട് ആ തർക്കങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ പറയും. എന്നിട്ട് അതിൽ നിന്നുള്ള ഒരു പ്രതീക്ഷകൾ ഉണ്ടായിക്കൊടുക്കുക. പ്രതീക്ഷകൾ ഉണ്ടായിക്കൊടുക്കുക എന്ന് വെച്ചപ്പോ അതിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടാവും, ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫാമിലി ലൈഫിൽ ഉണ്ടാവുക. അപ്പോ എവിടെ ആ തർക്കം നമ്മൾ തിരിച്ചറിഞ്ഞ ശേഷം ചിലപ്പോ ദാമ്പത്യ ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ എന്തും ആയിക്കോട്ടെ, അപ്പോ അവിടെ എന്താണ് ആ തർക്കത്തിന്റെ ഒരു വീണ്ടും ആലോചിക്കുക, പുനരാലോചന എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെ രണ്ട് കൂട്ടരും ഒരുമിച്ച് നിന്നിട്ട് സംസാരിക്കുക ആ തർക്കത്തെ കുറിച്ച്, അത് എത്രത്തോളം നടന്നതാണ്, ഉള്ളതാണോ, അതിന്റെ അഫക്റ്റീവ് എത്രത്തോളാണ്. നിങ്ങൾ ഈ ഒരു ചിലപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിനായിരിക്കും അതിനെപ്പറ്റി രണ്ടാളെ ഒരുമിച്ചിട്ട് ഈ ഒരു പ്രശ്നമാണ് നിങ്ങൾക്കിടയിലുള്ളത്, അത് ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്യുക. പിന്നെ അതേ സമയത്ത് ഇവര് തമ്മിൽ ആശയവിനിമയ സമയത്ത് ഒന്നും മിണ്ടുന്നില്ല, അതായത് രണ്ട് കൂട്ടരും ഒന്നും മിണ്ടുന്നില്ല എന്ന സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യയും മിണ്ടില്ല ഭർത്താവും മിണ്ടില്ല, രണ്ട് കൂട്ടരും മിണ്ടുന്നില്ല. അപ്പൊ എന്താണ് ആ സമയത്ത് ഇവരെ മൈൻഡിൽ എന്തായാലും അവര് തുടങ്ങട്ടെ ഇവര് തുടങ്ങട്ടെ ഒരു മെന്റാലിറ്റി ആണെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്താണ് നമ്മൾ പറയാ അവരോട്, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ തൽക്കാലം ഒന്നും പറയുന്നില്ല, പിന്നെ ഇതുമായിട്ടൊരു നമുക്കൊരു കൗൺസിലിംഗ് അവിടെ ആവശ്യമില്ല, തൽക്കാലം നിങ്ങൾ ഡൈവോഴ്സ് ആയിക്കോളൂ എന്ന് അവരോട് പറയും. ആ സമയത്ത് എന്താണ് അവര് പറയും എന്താണ് ഞങ്ങൾ ഡൈവോഴ്സിനല്ല വന്ന് നല്ല രീതിയിൽ മുന്നോട്ടാണ് പോകുന്നത്. ആ സമയത്താണ് നമുക്ക് വീണ്ടും അവർക്ക് എന്താണ് പിന്നീട് പ്രതീക്ഷകൾ ഉണ്ടായി കൊടുക്കുക അവരുടെ ലൈഫിൽ നല്ല ജീവിതത്തെ കുറിച്ച്. എന്താ ഈ ചെറിയൊരു തർക്കത്തിന് വേണ്ടി നിങ്ങളെ ലൈഫ് കളയരുത്,
കാരണം ആ തർക്കം വന്നിട്ടുള്ള ഏരിയ ഇതാണ്. ആ ഏരിയ ഒന്ന് മനസ്സിലാക്കി ഈ പ്രശ്നം എന്താണ്, നിങ്ങളുമായിട്ട് ചിലപ്പോൾ ബന്ധമുള്ളതായിരിക്കും, ബന്ധമില്ലാത്തതായിരിക്കും. ചിലപ്പോ എന്താണ്, സംശയാത്മകമായിട്ടുള്ള ഒരു ഭർത്താവിന്റെ ലൈഫ് സ്റ്റൈലിലൊക്കെ ആയിരിക്കും ഒരു ഭാര്യയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് അതായത് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഭാര്യയ്ക്ക് നിങ്ങളെ പറ്റി സംശയമുണ്ട്. അപ്പൊ ആ സംശയം എന്താണ് ഒന്ന് പൂർത്തിയായി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇതുമായിട്ട് മുന്നോട്ടുള്ള നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, നിങ്ങളെ വേണ്ടാന്ന് എന്ന് പറയും, പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് അത് ഇല്ല എന്നുള്ള ഉറപ്പാണെങ്കിൽ അതിന്റെ തെളിവ് കാണിക്കുക. കാരണം അതിന്റെ റിപ്പോർട്ട് നമുക്ക് കാണിച്ചു തരാം. എന്നാൽ മാത്രമേ എന്താണ്, ഇതൊക്കെയാണ് റോൾ ഡിസ്പ്യൂട്ട്. കാരണം പരമാവധി ചർച്ച ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് റോൾ ഡിസ്പ്യൂട്ടിൽ വരുന്നത്. പിന്നെ അതിൽ തന്നെയാണ് പിന്നെ അവര് ചിലപ്പോ മറ്റൊരാളുടെ ശരിക്കും ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെയാണ്. ഒരാളെ പ്രശ്നങ്ങൾ, അയാളെ ബുദ്ധിമുട്ടുകൾ മറ്റൊരാളെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് നടക്കുന്നത് ഈ ഒരു ഏരിയയിൽ. ചിലപ്പോ അയാൾക്ക് ചിലപ്പോ രണ്ടാളോട് ഒരുമിച്ച് ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ മതിയാവും പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരാൻ. അത് ചിലപ്പോൾ നമ്മൾ ആ സാഹചര്യങ്ങൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് അവർ രണ്ടാളെയും ഒന്ന് സപ്പോർട്ടീവ് ആയിട്ട്, രണ്ടാളെ ഭാഗത്തും തെറ്റൊന്നുമില്ല, രണ്ടാളെ ഭാഗത്തും ശരി തന്നെയാണ് എന്നുള്ളത്. അത് ചില സമയത്ത് നിങ്ങളെ ചിന്താഗതിയിൽ വന്നിട്ടുള്ള ഒരു വ്യതിയാനമാണ്. അത് സാധാരണ എല്ലാ ഫാമിലിയിലും ഉണ്ടാവുന്നതാണ്. പക്ഷെ നിങ്ങൾ പിരിയേണ്ടവരല്ല, നിങ്ങൾ ഒരുമിച്ച് എന്നും കൂടെ വേണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നുള്ളത്. കാരണം എന്താണ്, നമ്മൾ പല കൗൺസിലിംഗ് കേസുകളും പല മേഖലയ്ക്ക് നമ്മൾ അല്ല ഈ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത്, തെറാപ്പി കൊടുക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഒരുപാട് ഫിലോസഫിക്കലായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടി വരും, തത്വചിന്തമായിട്ട് അവരോട് കാര്യങ്ങൾ പറയേണ്ടി വരും. സാധാരണ പോലെ എന്താണ്, ഉപദേശം കൊടുക്കാൻ പാടില്ല എന്നാണ് കൗൺസിലിംഗ്, ഉപദേശം അഡ്വൈസ് ഇല്ല. പക്ഷെ ഈ ഒരു മേഖലയൊക്കെ ഫാമിലി തെറാപ്പിയിലും കപ്പിൾ തെറാപ്പിയിലും എത്തുമ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ എന്താണ് അവരോട് ഇടപഴകേണ്ടി വരും. അതാണ് റോൾ ഡിസ്പ്യൂട്ടിൽ വരുന്നത്. ഓക്കെ സാർ, പിന്നെ ഇവരോട് നമുക്ക് ചോദിക്കാം മാറ്റത്തെ കുറിച്ചൊക്കെ. ഇനിയിപ്പോ ഇതുവരെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി ജീവിച്ചു മുന്നോട്ട് പോയി എങ്കിൽ ഇനിയുള്ള ലൈഫിൽ നിങ്ങൾ രണ്ടുപേരും ഏതൊക്കെ രീതിയിലാണ് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നത്? ഭാര്യയ്ക്ക് ചിലപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഭർത്താവിന് ചിലപ്പോൾ ഒരുപാട് ആഗ്രഹം, എന്റെ ഭാര്യ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഇങ്ങനെ ആവണം, അല്ല എന്റെ ചുറ്റുപാടുള്ള ആളുകൾ ഇങ്ങനെ ആവണം, എന്റെ ഫാമിലി ഇങ്ങനെ ആവണം. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ മാറേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അത് ചിലപ്പോൾ രണ്ടാളെ മാറി മാറി ചിലപ്പോൾ ഇരുത്തി സംസാരിക്കേണ്ടി വരും. ചിലപ്പോൾ രണ്ടാൾ ഒരുമിച്ച് ഇരിക്കുമ്പോൾ രണ്ടാൾക്കും പറയാൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ എന്താണ്, രണ്ടാൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുക. കാരണം എന്താണ്, രണ്ടാമത് കെട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് രണ്ടുപേര് കൂട്ടരോട് അത് ഷെയർ ചെയ്യാം. നിങ്ങൾ തൽക്കാലം ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ മുൻപ് ലൈഫിൽ കൊണ്ടുവരിക, ഭാര്യക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ തിരിച്ചും അതേപോലെ അവർക്കും പറഞ്ഞു കൊടുക്കുക, ഭർത്താവിനും പറഞ്ഞു കൊടുക്കുക. സർ ഒരു കാര്യം ചോദിക്കട്ടെ? ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കൂടുതലും ചിലപ്പോ ഒരു വാശി കൊണ്ട്, അതായത് ചെറിയ പ്രശ്നങ്ങളായിരിക്കും, പക്ഷെ വിട്ടുകൊടുക്കാൻ കഴിയാത്തൊരു വാശി ഉണ്ടാവും, അക്സെപ്റ്റ് ചെയ്യുണ്ടാവും സ്വയം ഇതിന്റെ തെറ്റാണെന്ന്. പക്ഷെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയാനോ അവരവര് ചെറുതാവാനോ അങ്ങനത്തെ ഒരു ഇത് അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പേഴ്സണാലിറ്റിയെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? അത് പരമാവധി അങ്ങനത്തെ ആളുകളെ നമ്മളെ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് സംസാരിക്കാതിരിക്കുക. ചിലപ്പോൾ ഒരു ഈഗോ പ്രശ്നം ഉണ്ടാവും. അപ്പോ ഈഗോ അങ്ങനെ പ്രശ്നം നിങ്ങൾക്ക് ഞാനൊരു ഭർത്താവാണ്, എന്റെ ഭാര്യ എനിക്ക്, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. അതായത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവിനോട് ഭാര്യനോട് പറഞ്ഞു കൊടുക്കുക, പരമാവധി ഓപ്പൺ ആയിട്ട് ഒരുമിച്ച് രണ്ടാളോട് സംസാരിക്കുക. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് അംഗീകരിക്കാം, നല്ല രീതിക്ക് അയാൾ കൂളായിരിക്കുന്ന സമയത്ത് ചെറിയൊരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് പോലെ ആ പെൺകുട്ടിയോട് ഭർത്താവിനോട് സംസാരിക്കാൻ പറയും, അല്ല ഭർത്താവിന് ഭാര്യനോട് സംസാരിക്കാൻ പറയും. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ. കാരണം എന്താണ്, ഓപ്പൺ അയച്ചപ്പോൾ അയാളും ചിലപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു ഭാര്യയുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരം, ആ സിറ്റുവേഷൻ ഒക്കെ അയാൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ആ ഒരൊറ്റ സെഷൻ മതിയാവും ചിലപ്പോൾ അയാളുടെ ഉള്ളിലുള്ള ഈ പറഞ്ഞ ഈഗോയും പിന്നെ മറ്റേ ഈ അംഗീകരിക്കപ്പെടാത്ത പ്രശ്നങ്ങളും ഒക്കെ. പിന്നെന്താണ്, ഈ അംഗീകരിക്കാത്ത കുടുംബത്തിൽ ചിലപ്പോൾ മറ്റുള്ള ആളുകൾ ചിലപ്പോൾ കണ്ടുപഠിച്ചിട്ട് ആളുകളുണ്ടാവും. ചിലപ്പോൾ വീട്ടിലെ അയാളെ ഫാദർ ചിലപ്പോൾ അതേപോലെയുള്ളതാണെങ്കിൽ എന്താണ്, ഇയാൾക്കും എന്തോ ഒരു അവസരം കിട്ടിയാൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി, അങ്ങനെ കുട്ടികളെ പല കേസുകളും നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പൊ അതും ഉണ്ടാകാൻ സാധ്യത. അതുകൊണ്ട് എന്താണ്, ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ പാർട്ണർ ഇടപഴകുക എന്നുള്ളത് ഏറ്റവും നല്ല. കൗൺസിലിംഗ് പോകുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി ഒരു നോളേജ് അവയർനെസ് ഇയാൾക്കുണ്ട്, പാർട്ണർക്ക് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരുമിച്ചെന്ന് ചിലപ്പോൾ ബെഡ്റൂമിൽ നിന്നോ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ട് ഒന്ന് പുറത്ത് പോയിട്ടോ ഒന്ന് ഒരുമിച്ച് ഒരു ഓപ്പൺ അപ്പ് ആയിട്ട് ഒരു ഏരിയ പോയിട്ട് നല്ല രീതിയിൽ കൂളായിട്ട് സംസാരിക്കുക.
എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം, എന്തുകൊണ്ടാണ് നിങ്ങൾ അംഗീകരിക്കാത്തത്, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുള്ളത് കൊണ്ടാണോ നിങ്ങൾ അംഗീകരിക്കാത്തത്, ഇനി ഞാനത് ആവർത്തിക്കില്ല. അദ്ദേഹം ആവർത്തിക്കില്ല എന്ന് പറയുന്നത് അയാൾ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി, അല്ലാണ്ട് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള അറിയിക്കാനല്ല. ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ ഏകദേശം എന്താണ് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലെത്തും. പിന്നെ വേറൊന്നുണ്ട്, ഈ ഒരു കേസിൽ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഫാമിലി പെൺകുട്ടിയും ആൺകുട്ടിയും രണ്ട് കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അതായത് ഒരുപാട് 18, 22 കൊല്ലം ഒരു കുടുംബത്തിൽ ജീവിച്ച ഒരു പെൺകുട്ടി മറ്റൊരു കുടുംബത്തിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടും അവിടുത്തെ പുതിയ കുടുംബ സിറ്റുവേഷൻ മാറാൻ കുറച്ച് സമയം എടുക്കും. അത് ഭർത്താവ് മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഭർത്താവ്, അതായത് പെൺകുട്ടി മനസ്സിലാക്കും, ഞാൻ പുതിയൊരാളെ കൂടെ ജീവിക്കുകയാണ്. അപ്പൊ ആ ജീവിക്കുന്ന സമയത്ത് എന്താ, ഭർത്താവിന്റെ ഇയാളെ കുറെ ശീലങ്ങൾ എങ്ങനെയാണ്, അപ്പൊ ആ ശീലങ്ങൾ തൽക്കാലം ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അടിച്ചമർത്തൽ അവർ പുഷ് ചെയ്യാൻ പാടില്ല. ആ സമയത്ത് എന്റെ ഭർത്താവിന്റെ ശീലങ്ങൾ എങ്ങനെ, എന്റെ ശീലങ്ങൾ എങ്ങനെ, തൽക്കാലം എന്റെ ശീലങ്ങളൊന്ന് തൽക്കാലം കുറച്ചിട്ട് അവരെ കുടുംബത്ത് വഴി ഞാൻ തൽക്കാലം നോക്കുക. ഒരു തൽക്കാലം കുറഞ്ഞ മാസങ്ങൾ ഞാൻ നോക്കട്ടെ. ഇതേപോലെ മൊത്തത്തിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ കൗൺസിലിംഗ് കേസും കാര്യങ്ങളൊക്കെ പോവാം. പക്ഷെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ലൈഫിൽ എല്ലാവർക്കും വേണം. കാരണം ഒരു പുതിയ ലൈഫിൽ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒന്നും നടക്കില്ല. സാധാരണ ഈ പെൺകുട്ടികൾക്കൊന്നും അതിനെപ്പറ്റി ഒരു നോളജും കാര്യങ്ങളും ഇല്ല. ഫാമിലി പ്രീമരിച്ചൽ കൗൺസിലിംഗ് ഒക്കെ തൽക്കാലം എല്ലാ കല്യാണത്തിന് മുമ്പ് പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്. അപ്പൊ അത് ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അറ്റ്ലീസ്റ്റ് വീട്ടിൽ നിന്നെങ്കിലും പറഞ്ഞു കൊടുക്കണം നമ്മളെ കുട്ടികൾക്ക്, ഒരു കല്യാണത്തിനും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അല്ല, ഇങ്ങനത്തെ സാഹചര്യമാണ് മറ്റൊരു വീട്ടില്. സാധാരണ ഉപദേശം കൊടുക്കുന്നത് പോലെ അങ്ങ് ഉപദേശം കൊടുക്കണം. അവിടെ പോയി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒതുങ്ങി ജീവിക്കണം, പിന്നെ നീ ഒന്നും ഉച്ചപ്പെടാൻ പാടില്ല, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു കൊടുക്കുക. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. പഴയ അതുപോലെ ഒന്നല്ല. പ്രതികരിച്ചു തുടങ്ങിയിട്ട് പ്രതികരിക്കേണ്ടത് പ്രതികരിക്കും, അല്ലാത്ത സമയത്ത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ലൈഫും കിട്ടുന്നുണ്ട്. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. സാർ ഇതില് നമ്മള് ഫാമിലി കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ചില കേസുകളിൽ ഒരാള് കോംപ്രമൈസിന് തയ്യാറായിട്ടും ഓപ്പോസിറ്റ് ഉള്ള ആള് ഒട്ടും തയ്യാറാവാതെ നിൽക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഇത് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര സെഷൻ അയാൾ വരെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും സാർ? അതാണ് എന്തുകൊണ്ട് അയാള് കോംപ്രമൈസ് ആവുന്നില്ല. പ്രശ്നബാധിത ഏരിയ അയാൾക്കുണ്ട്, അതുകൊണ്ടാണ് അയാൾ കോംപ്രമൈസ് ആവാത്തത്. അപ്പൊ എന്താണ് ആ ഏരിയ നമ്മൾ അയാൾ ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ടാണ് കോംപ്രമൈസ് ആവാത്തത്? അയാൾ പറയും ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതാണോ പറ്റാത്തതാണോ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് അല്ലാണ്ട് നമ്മൾ ഈ ഒരു ഫാമിലി രണ്ടുപേരെ കുറിച്ച് അവരത് കേൾക്കുന്നു ഇവരത് കേൾക്കുന്നു, അടിപിടിയാവുന്നു, പ്രശ്നങ്ങൾ കേൾക്കുന്നു, അങ്ങനെ ഒരിക്കലും സൊല്യൂഷൻ ഉണ്ടാവില്ല. 10-20 സെഷൻ കഴിഞ്ഞാലും ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നം എവിടെ നിന്നാണ് വരുന്നത് അത് കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുത്താൽ 1-2 സെഷൻ മതിയാവും നമുക്ക്. കോംപ്രമൈസ് ആളോട് ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുക. ഇത് ഞാൻ പ്രധാനമായും കമ്മ്യൂണിക്കേഷൻ ചോദിച്ച്, നമ്മൾ മറ്റേ ഈ എന്താണ് കുറെ ക്വസ്റ്റ്യനെയറും മറ്റും ഉപയോഗിച്ചിട്ടൊന്നല്ല, ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്നല്ല ഈ IPT ഉപയോഗിക്കുന്നത്. അതായത് ചോദിക്കുകയാണ്, ഓപ്പൺ ആയിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അവിടെ എന്തുകൊണ്ടാണ് കോംപ്രമൈസ് ആവാത്തത്, ഈ കുട്ടിയുടെ ഏത് റീസൺ കൊണ്ടാണ് നിങ്ങൾക്ക് അതിലേക്ക് വരാൻ പറ്റാത്തത്, എന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അതെന്താണ് നമ്മൾ പൂർണ്ണമായിട്ട് അത് ചോദിച്ചറിയും. അപ്പൊ അതിന് അവർ റീസൺ പറഞ്ഞേ പറ്റൂ. എന്തെങ്കിലും കാരണം ഇല്ലാണ്ട് അതെ, ജെനുവിൻ ആണ് കേസുകൾ അവർ പറയും. ഇനി അല്ലാത്ത റീസൺ ആണെങ്കിൽ അവർ എന്തുകൊണ്ട് പറയുന്നില്ല? ജെനുവിൻ ആയ റീസൺ അവർ പറഞ്ഞു. ഇനിയിപ്പോ ജെനുവിൻ അല്ലെങ്കിൽ എന്താണ്, അതിനൊരു റീസൺ വേണ്ടേ? അല്ലെങ്കിൽ വെറുതെ ഒരു കുട്ടി ഒരു റിലേഷൻഷിപ്പ് ആളില്ലാതെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഒരാളെ ലൈഫിൽ ഇല്ലാതെ കൊണ്ടാണല്ലോ ഈ റിലേഷൻ വേണ്ട എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടെത്തുക, അവരോട് പറയിപ്പിച്ച് അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഈ ഒരു ഫാമിലി കൗൺസിലിംഗ് കേസുകളിലൊക്കെ പ്രധാനമായിട്ട് ചിലപ്പോ പല കേസുകളും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒന്ന് തോണ്ടി ഒന്ന് നുള്ളി എന്നുള്ള പ്രശ്നമായിരിക്കും ഉണ്ടാവുക. അപ്പം അതെന്താണ് അതൊന്നും ആയിരിക്കും പ്രശ്നം. ചിലപ്പോ കുടുംബത്തിൽ ചിലപ്പോ അമ്മായിമ്മ പോരായിരിക്കും, ചിലപ്പോ ഭർത്താവിന്റെ വീട്ടിലെ അവരെ പ്രശ്നം, അല്ല ഇവരെ വീട്ടിൽ ചിലപ്പോ ഈ പെൺകുട്ടിനെ വളർത്തിയ അമ്മയും അച്ഛനും വളരെ ഇതായിരിക്കും. അപ്പൊ അമ്മ പറയുന്നതേ കുട്ടി കേൾക്കൂ, അല്ല ഉമ്മ പറയുന്നതേ കുട്ടി കേൾക്കൂ. ആ ഒരു ലെവലാണ് ഇപ്പൊ ഇയാളെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, എപ്പോഴും എല്ലാ കാര്യത്തിലും ഉമ്മനെ വിളിച്ചു നോക്കുന്ന കുട്ടി. അങ്ങനൊക്കെ ആകുമ്പോ എന്താണ്, അവിടെയൊക്കെ പ്രശ്നങ്ങൾ എവിടെയാണുള്ളത്? ഉമ്മയാണ്, കുട്ടിയല്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ബാധിക്കുന്നതാണ് ഫാമിലി ലൈഫിൽ. അപ്പൊ ഡിപ്പെൻഡന്റ് ആയിട്ട് എന്താണ് പുതിയൊരു ലൈഫ് നമ്മൾ ആ കുട്ടിക്ക് ഉണ്ടായി കൊടുക്കുക. എന്റെ ലൈഫ് ഇതാണ്, ഭർത്താവുമായിട്ടുള്ള ജീവിതം, അപ്പൊ അതിനെപ്പറ്റി എന്താണ് എഡ്യൂക്കേഷൻ കൊടുക്കുക. എന്നിട്ട് എന്താണ് സോഷ്യൽ ഇന്ററാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫാമിലിയുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു.
ഓക്കെ അല്ലേ? ഹലോ സർ. പറഞ്ഞോളൂ സാർ പറഞ്ഞു. സർ ഞാൻ സർ ഇപ്പൊ നമ്മുടെ ഫാമിലി ലൈഫിൽ ഇപ്പൊ നമ്മൾ ഇന്റർപേഴ്സണൽ ഈ തെറാപ്പി ഇപ്പൊ അവർക്ക് ഇപ്പൊ ഒരു പേഴ്സൺ മാത്രമായിട്ട് എടുക്കുക. അപ്പൊ അവർക്ക് ഇപ്പൊ ഈ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല, എന്തിനെ ആശ്രയിക്കുന്ന അതെ അതെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് അവരൊരു ബൗണ്ടറി അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ഇത് എങ്ങനെയാണ് നിങ്ങൾ എല്ലാതും ഇങ്ങനെ ഒരു വിക്റ്റിമായിട്ട് നിങ്ങൾ പോകേണ്ടതില്ല, അല്ലെങ്കിൽ ഇത് ആവർത്തിച്ചാൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെയാണോ അത് അവർ അങ്ങനെയാണോ? അതായത് ഈ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ നമ്മൾ കൗൺസിലിംഗ് പോയതിന് ശേഷം തന്നെ കൗൺസിൽ പുറത്തിറങ്ങി അപ്പൊ സ്പോട്ടിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ അപ്പൊ തന്നെ ഇപ്പൊ വിളിച്ചു ചോദിക്കും, നമ്മളോട് വിളിച്ചു ചോദിക്കും. നിർബന്ധം ഇയാൾ വീട്ടിലെത്തി, സാറ് നാളെ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, എനിക്ക് പോയാൽ ഞാൻ പോകട്ടെ എന്നുള്ള ചോദിക്കുക. അല്ലാതെ പിന്നെ ഞാൻ പോയിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ നാളെ പോവുകയാണ് അങ്ങനെയൊന്നും പറയില്ല. അപ്പൊ നമ്മളോട് പറയാൻ എന്താണ്, നാളെ എനിക്കൊരു ഇന്റർവ്യൂ, ഞാൻ പോയിക്കോട്ടെ. കാരണം എന്താണ്, നമ്മളെ ഇൻഡിപെൻഡന്റ് പേഴ്സണാലിറ്റി നമ്മുടെ അടുത്ത് വന്നാൽ അവരെന്താ നമ്മളെ രക്ഷിതാവ്, അയാളെ രക്ഷിതാവാണ് നമ്മൾ. എന്തും അയാൾക്ക് പറഞ്ഞു കൊടുക്കുക, അയാൾ പറയുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മാറുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂവിന്റെ കേസ് വരുമ്പോൾ ഇന്റർവ്യൂ നിങ്ങൾക്കുള്ള ആവശ്യമാണ്, അത് നിങ്ങൾ പോയേ പറ്റൂ. അതായത് ഞാൻ നിങ്ങളെ ലൈഫിൽ ഒരാളുമല്ല. കാരണം നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോയാൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടും, അതിനുള്ള ക്വാളിറ്റി നിങ്ങളുണ്ട്. അപ്പൊ എന്താണ്, ആ ക്വാളിറ്റി, ആ ജോലി കിട്ടിയാൽ നിങ്ങൾ സ്വന്തമായിട്ട് ജോലി, അതിന്റെ പ്രൊമോഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോവുക. കാരണം എന്താണ്, അയാൾ പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് പറയാ. അയാളുടെ എല്ലാത്തിനും ഡിപ്പെൻഡ് ആയിട്ട് വരാൻ ഒരാളായിരിക്കും. എന്താണ്, അൺഡിപ്പെൻഡന്റ് ആക്കുക എന്നുള്ളത്, സ്വയം ചെയ്യാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക അയാൾക്ക്. ഇനിയിപ്പോ ഫാമിലി ലൈഫിലാണെങ്കിൽ എന്താണ്, ഒരു പറഞ്ഞ പെൺകുട്ടിയാണ് എന്താണ്, വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഒരു ഭർത്താവിന് ചെയ്ത്, അത് ഭർത്താവിന് വീട്ടിൽ തൽക്കാലം ആ പെൺകുട്ടിന്റെ ഇങ്ങനത്തെ കേസ് തൽക്കാലം ഒന്ന് ഡിസ്കണക്ട് ചെയ്യേണ്ടത് കുറച്ച് കാലത്തേക്ക് അവരോട് പറഞ്ഞു കൊടുക്കുക. ആദ്യ ക്ലാസ് അവിടെ കൊടുക്കണം കുട്ടിന്റെ ഫാമിലിക്ക്. ഇത് ഒരുപാട് നമ്മൾ കുടുംബത്തിൽ കേൾക്കുന്നതാണ്, അതുകൊണ്ട് എടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ അന്ന് സൈക്കോ എഡ്യൂക്കേഷൻ ആർക്ക് അവിടെ കൊടുക്കണം, പെൺകുട്ടിന്റെ കുടുംബക്കാർക്ക് കൊടുക്കണം ഇങ്ങനത്തെ കേസുകൾ. എന്നിട്ട് മാത്രമേ പെൺകുട്ടിന്റെ ഇതിലേക്ക് വരാം. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ പരമാവധി നമ്മൾ ബൂസ്റ്റ് ചെയ്യുക. അതെ അതെ അങ്ങനെ അവർക്ക് അതെ 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 അവർക്ക് എന്താണോ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം പരമം ബൂസ്റ്റ് ചെയ്തിട്ട് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യിക്കുക. അപ്പൊ അതൊരു കോൺഫിഡൻസും അവരേതായിട്ടുള്ള ഫ്യൂച്ചർ ഭാവി കാര്യങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞ അവരെ വിശ്വസിപ്പിക്കുക. അതെ 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 അതാണ് അവിടെ നടക്കേണ്ടത്. അതല്ലാതെ പക്ഷം പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കേസിൽ നിങ്ങൾ അവരെ ഡിപ്പെൻഡ് ആയി ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ അത് ചെയ്തോളി, പ്രശ്നമൊന്നുമില്ല, അങ്ങനെ തന്നെ പോണം, അങ്ങനെയല്ല പറയേണ്ടത്. ചോദ്യങ്ങൾ കൗൺസിൽ ചെയ്യുന്ന ഇപ്പൊ അവർ വീട്ടിൽ നിന്നാണെങ്കിൽ ഫോൺ ചെയ്ത് വിളിക്കുക, ഏത് കാര്യത്തിൽ നമ്മൾ എന്താണ് കുറച്ചുകൂടി എന്താണ് ഓവറായിട്ട് എൻകറേജ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യമാണ്, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. എന്നോട് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇനിയും കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന അടുത്ത സെഷനിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പാട് നിങ്ങൾ സ്വയം തീരുമാനിച്ച് നിങ്ങൾ അതിന് മുന്നോട്ട് പോവുക. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഒരു ചെറിയൊരു ഡൗട്ടും കൂടി ഉണ്ട് സർ. ചോദിച്ചോളൂ. ചോദിച്ചിട്ട് സാർ, ഒരു കിഷ്കിന്ധ കാണ്ഡത്തിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതില് അതെ ഡിമെൻഷ്യ ബാധിച്ച അതിലത്തെ ഒരു വിജയരാഘവൻ, പുള്ളി ഫാദറാണ്. അപ്പോ അതെ അവരെ മകൻ ചേർത്ത് പിടിക്കുന്നതാണ് അതിലത്തെ മെയിൻ, ആദ്യം തൊട്ട് അവസാനം വരെ ഉള്ള ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ അതെ അതാണോ ആ ഒരു കെയറിങ് തന്നെയാണോ ഇന്റർപേഴ്സണൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്? അതല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതിലൊരു സീനുണ്ട്. അയാൾ പിന്നെ ഒരു ഫോട്ടോ ഇമേജ് കാണിക്കുന്നുണ്ട്. അയാളുടെ കൂടെ ജോലി ചെയ്ത ഒരാൾ ഡോക്ടർ സൈക്കോ തെറാപ്പിസ്റ്റ് ആയിട്ട് വരും. അപ്പോ ആ സീനിൽ നിന്ന് എന്താണ്, പിന്നെ അയാൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. അയാളിപ്പോ വെച്ചപ്പോ ആ പേപ്പറിൽ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടാണ് അയാൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്, അയാൾ തെറാപ്പിസ്റ്റ് ആയിട്ട് വന്നിട്ട് അയാൾ പറഞ്ഞു കൊടുക്കുക നിലവിൽ അയാൾക്ക് എന്തൊക്കെ നല്ലത് തോന്നുന്നുണ്ടോ, കഴിഞ്ഞ ഒരുപാട് നല്ല നല്ല മെമ്മറീസുകൾ അയാൾ എടുത്തെടുത്ത് പറയാണ്. ആണ് IPTൻ്റെത്. നിലവിൽ അയാൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്
അയാൾക്ക് ഓർമ്മിക്കൽ ഓരോന്ന് എടുത്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഓർമ്മയുണ്ട്. അതാണ് കൂടെ IPT കൂടി ആഡ് ചെയ്യാണ്, രണ്ടും കൂടി ഒരുമിച്ച്. അയാൾക്ക് വ്യക്തിപരമായിട്ട് കുറെ ആവശ്യങ്ങളുണ്ട് അതിൽ. ഒന്ന് കുറെ മറന്നുപോയ കാര്യങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളത്. പിന്നെ അയാൾ ജോലി സമയത്തുള്ള കാര്യങ്ങൾ, ഒരു എൻജോയ്മെന്റ് ഉണ്ട്. അതൊക്കെ ഇയാൾ വന്ന് ഓരോന്നെടുത്ത് പണ്ട് നമ്മൾ അങ്ങനെ കഴിഞ്ഞു ഇങ്ങനെ കഴിഞ്ഞു അങ്ങനെയൊക്കെ എടുത്ത് പറയുമ്പോൾ അയാൾക്ക് ഒരു കൺഫ്യൂസ്ഡ് ആണ്, ഇങ്ങനെയൊക്കെ ലൈഫിൽ നടന്നിട്ടുണ്ടോ. അപ്പൊ അതിനെ പിന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് പിന്നെ അയാൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ആ ഏരിയ മാത്രം ശ്രദ്ധിച്ചത് കൊണ്ട് എനിക്ക് മനസ്സിലായി ആ ഒരു തെറാപ്പിയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ശരി. ഞാൻ ആ സീൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല അത് എന്താണ് പുള്ളി അങ്ങനെ. ആ സീനെ ചിലപ്പോ നമ്മൾ ഇപ്പൊ അവര് ഓരോന്ന് എടുത്ത് പറയുന്നുണ്ട് ആള്. അതെ. പക്ഷെ പുള്ളിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് അതല്ലല്ലോ എന്നുള്ളത്. അപ്പൊ പരമാവധി കണക്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് പിന്നെ ജെറിയാട്രിക്, പിന്നെ ഓവർ ഏജ് 65 ഡിമെൻഷ്യ ഒക്കെ ബാധിക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്താണ് ഇപ്പൊ നിലവിൽ ആവശ്യമുള്ള, അവർക്ക് എന്തൊക്കെ ഓർമ്മയുണ്ട്. ചിലപ്പോൾ അവര് അതിൽ പറഞ്ഞത് പല കാര്യങ്ങൾ അവർ മറന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ആവശ്യമുള്ളത് മറന്നിട്ടുണ്ടാവും, ആവശ്യമില്ലാത്ത ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. അന്നപ്പോ നിലവിൽ അവരെ മെമ്മറിയിൽ എന്തൊക്കെയാണുള്ളത് അത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഡിമെൻഷ്യ ഉള്ള ആളുകൾക്ക് പ്രത്യേകം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് ഇപ്പൊ നിലവിൽ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ, അതിനനുസരിച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അല്ലാണ്ട് പഴയത് ഓർമ്മപ്പെടുത്തി അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല, കഴിയില്ല. അത് കൊടുത്താൽ പോലും കുറച്ച് സെക്കൻഡ് മാത്രമേ അത് നിലനിൽക്കൂ. അതുകൊണ്ട് ഡിമെൻഷ്യന്റെ ഹൈ സിവിയർ ഡിമെൻഷ്യ ആണ് അതിൽ. അപ്പോ ഈ ഒരു IPT കുറെയൊക്കെ എന്താണ് ഇപ്പൊ നിലവിലൊക്കെ എന്തെങ്കിലും അവർക്കൊരു ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് അയാൾ അതിൽ ആ തെറാപ്പിസ്റ്റ് അതിങ്ങനെ ചെയ്തു കൊടുക്കണം. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അയാളെ ബൂസ്റ്റ് ചെയ്ത് നല്ല കാര്യങ്ങൾ എനർജറ്റിക് ആക്കുകയാണ്. അയാൾ എന്തെങ്കിലും പഴയ ടെൻഷനും കാര്യങ്ങളും ഒരിക്കലും വരരുത്, എന്റെ ലൈഫിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഓർമ്മ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്തു കൊടുക്കുന്നത്. ആ കുറച്ചൊരു സീനേ ഉള്ളൂ, എങ്കിൽ പോലും അത് അത്രയും വാല്യബിൾ ആണ് അത്. ഓക്കെ സർ, ക്ലിയർ. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കെങ്കിലും? നമുക്ക് പിരിയാം. എനിക്കത് വരുന്ന ക്ലാസ്സിൽ കാണാം, നല്ലൊരു ടോപ്പിക് ആയിട്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. Thank you, sir. ഓക്കെ, ഗുഡ് നൈറ്റ്.